أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اضري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇറാൻ്റെ ദർസിൽ ഇഖാമത്തിനെ കുറിച്ചും അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് കൂടാതെ ഫാത്തിഹ ഓതുന്നതിനെക്കുറിച്ചും ഫാത്തിഹയിലെ വ്യത്യസ്തമായ ആത്മീയമായ മാനകളും പരിശുദ്ധമായ ഖുർആൻ നമ്മളെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, ആ ഖുർആനിൻ്റെ മാന, ആ ഖുർആൻ പാരായണത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് കുറച്ചും കൂടി ആയമേറിയ വളരെ വളരെ നമ്മൾ ആയത്തെ ചിന്തിപ്പിക്കുന്ന, ചിലപ്പോൾ നമുക്കത് മനസ്സിലാകാൻ തന്നെ കുറച്ച് സമയമെടുക്കുന്ന, എന്നാൽ മനസ്സിലായാൽ നമുക്കൊരുപാട് രുചി തരുന്ന ഒരു ഭാഗമാണ് പിന്നെ ഇന്നെടുക്കുന്നത്. പ്രധാനമായും ഫാത്തിഹയ്ക്ക് ശേഷമുള്ള സൂറത്ത് പാരായണം, റുക്കൂവിലുള്ള ദിക്ർ, പിന്നെ എഴുത്തിദാലിൽ നമ്മൾ ചൊല്ലേണ്ടത്, പിന്നെ സുജൂദിൽ ചൊല്ലേണ്ടത്, പിന്നെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നമ്മൾ ഖിയാമിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മാന, പിന്നെ അത്തഹിയാത്ത്, ഇത്രയും കാര്യങ്ങളാണെന്ന് പറയുന്നത്. അതിൻ്റെ ഒക്കെ ഒരു ആത്മീയമായ മാനയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇറാൻ്റെ ദർസ് നമ്മൾ ആയത്തിൽ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അതിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറായി കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പൊതുവിൽ എല്ലാ ഇൽമും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിലേക്ക് കാതുകൂർപ്പിച്ച് കേൾക്കണം. നമ്മൾ ഹൃദയത്തിൻ്റെ ശ്രദ്ധ മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് പതിപ്പിക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇറാൻ്റെ ദർസ് ഒന്നും കൂടി അതിൽ ആയത്തിൽ കയറേണ്ടതാണ്. കുറച്ച് ശ്രദ്ധ ഉണ്ടായാൽ മാത്രം മതിയാവില്ല. അപ്പം ഇൻഷാ അല്ലാഹു നമുക്ക് അങ്ങനത്തെ, അല്ലാഹു പറഞ്ഞല്ലോ അവരുടെ കാതുകൾ കൂർപ്പിച്ച് വെക്കുന്നവരാണ് അങ്ങനത്തെ കേൾവിക്കാരെന്നൊക്കെ അല്ലാഹു അഭിസംബോധന ചെയ്ത് ഖുർആനിലൊരായത്തുണ്ട്. അതുപോലെ കേൾക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. പറയുന്നവരിൽ ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെയാണ് ആദ്യം കേൾക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് ആദ്യത്തെ കേൾവിക്കാരൻ. ഇനി നമുക്കത് തുടങ്ങാം. അദ്രിജ് ബി ബസീറത്തിക്ക, നിങ്ങളുടെ ഉൾക്കാഴ്ചനെ തിരികെ കയറ്റണം, അല്ലെങ്കിൽ ഉൾക്കാഴ്ചനെ നിങ്ങൾ പിന്നെ വെക്കണം. മആനിൽ കിതാബി വ സുന്ന ഫിഹ, കിതാബിൻ്റെയും സുന്നത്ത്, ഈ പരിശുദ്ധമായി നമ്മളിങ്ങനെ ഖുർആൻ ഓതുകയാണല്ലോ, ആ ഖുർആൻ ഓതുന്നതിൻ്റെ തലങ്ങളിലേക്ക്, അർത്ഥതലങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം. അപ്പം ഖുർആൻ്റെ അർത്ഥങ്ങൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഫാത്തിഹൻ്റെ അർത്ഥം പഠിക്കാനൊന്നും പ്രയാസമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹൻ്റെ ഈ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. മാത്രമല്ല ബൽ ഫി കുല്ലി ഹർഫി മിൻഹ, അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് മാത്രമല്ല അതിൻ്റെ ഓരോ ഹർഫിലേക്കും നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം, ഓരോ അക്ഷരങ്ങളിലേക്ക് വരെ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം. അങ്ങനെ ഖുർആൻ ഫാത്തിഹ ഓതുമ്പോൾ സുമ്മത്ലു ബഅദഹ തഅമീൻ, അതിനുശേഷം, അതായത് ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞതിന് ശേഷം, ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ പറയുന്നുണ്ട്, ആമീൻ എന്ന് പറയുന്നത് നമ്മൾ ഫാത്തിഹയ്ക്ക് ഒരു ഒപ്പിടുന്നത് പോലെയാണ്. അപ്പോൾ ആമീൻ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒപ്പാണത്. ആമീൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഓതണം. ഇൻ കുൻത ഐറ ഇമാമൻ ഫി ജഹരിയത്തി അസൂറത്തു സിയാദത്തു അലൽ ഫാത്തിഹ, അതായത് നമ്മൾ പിന്നെ ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓതണം. ഇപ്പോൾ സാധാരണ നമ്മളെപ്പോഴാണ് ഓതുക, സൂറത്ത് ഓതുക, ഇമാമാണെങ്കിൽ ഇമാമാണ് സൂറത്ത് ഓതുക, മാമുമിങ്ങളല്ല. പിന്നെ
ഇനി ഇമാമ് ഉറക്കം ഓതുന്നില്ലെങ്കിലോ, ഇപ്പോൾ അതായത് ളുഹറിൻ്റെ അസറിൻ്റെ ഒക്കെ വിഷയത്തിലാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂറത്ത് ഓതാം ഇമാം ഓതുന്നതിൻ്റെ കൂടെ തന്നെ. അപ്പം അപ്പോൾ ഈ സൂറത്ത് ഓതുന്ന വേളകളിൽ നിങ്ങൾ സൂറത്ത് ഓതണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒറ്റക്കായാലും ഇമാമാണെങ്കിൽ ഇമാമായിട്ടും, ഇമാമ് ഓതുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇമാം ഉറക്കം ഓതുകയാണെങ്കിൽ നമുക്ക് ഓതണ്ട. അതേസമയം ഇമാം പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളാണെങ്കിൽ ഇമാമിനും ഓതാം, മാമുനും ഓതാം. അപ്പം അങ്ങനത്തെ ഓതുന്ന സമയങ്ങളിൽ നിങ്ങൾ ഓതണം. ഫതഖൂലു മസലൻ, അതിനൊരു ഉദാഹരണം പറയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതാം, ആ സൂറത്ത് ഓതാൻ പറ്റുന്ന സൂറത്തിലൊരു ഉദാഹരണം പറയാണ്. അതിൻ്റെ ഉദാഹരണത്തിലൂടെ ശൈഖ് അവറുകൾ അതിൻ്റെ ഒരു തഫ്സീറും നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ ഓതിപ്പോവേണ്ടത് ഇങ്ങനെയാണ് ഓതിപ്പോകേണ്ടതെന്നും കൂടി പറഞ്ഞു തരാണ്. അത് നിങ്ങൾ ഒരു സൂറത്ത് ഓതുമ്പോൾ സൂറത്ത് ഇങ്ങനെ വെറുതെ ഓതിപ്പോകുന്നില്ല, ആ സൂറത്തിൻ്റെ ആത്മീയമായ തലങ്ങളിലൂടെ കൂടി സ്പർശിച്ച് വേണം ഓതാൻ. അതിന് ഉദാഹരണം പറയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഇപ്പോൾ സൂറത്തുൽ ഖദ്റാണ് പാരായണം ചെയ്യണമെങ്കിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദറിലാണ് നമ്മൾ അതിനെ ഇറക്കിയിട്ടുള്ളത്. ഏതിനെ? പരിശുദ്ധമായ ഖുർആനെ. മാനാഹു, അതിൻ്റെ അർത്ഥം എന്താ? അൽ അംറു കുല്ലുഹു ബിയദിന, എല്ലാ കാര്യവും അള്ളാഹിൻ്റെ കൈകളിലാണ്. നഫ്അലു കൈഫ നശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇന്നാ അൻസൽനാഹു കലാമ് മുഅക്കിദ് ബി ഹർഫി ഇന്ന. അവിടെ ഇന്നാ അൻസൽനാഹു എന്ന് പറയുന്നതിൽ ഇന്ന പ്രയോഗിച്ചത് ഒരു കാര്യം ഊന്നൽ നൽകി പറയാനാണ്. ജുംലത്തിൽ ഇസ്മിയ തൗഖീദൻ നിസ്ബത്തി ബൈനൽ ജുസ്ഐൻ നഫീ ഷക്കി വൽ ഇൻകാർ. ഈ ഇസ്മിയായ ജുംലയിൽ ഇന്ന പറഞ്ഞത് നമുക്ക് സംശയങ്ങളും അതിനെ തൊട്ടുള്ള അതിനെ നിഷേധിക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും നമ്മൾ ഇറക്കി എന്നുള്ള പറയുന്നൊരു സംഭവം. വലമീറു അൽ ബാരിജു വഹുവൽ ഹാഉ മഫ്ഊൽ ഖുർആൻ കരീം. ഇവിടെ ഇന്നാ അൻസൽനാഹു എന്ന് പറയുന്നതിൽ ഹാ ഉണ്ടല്ലോ, അതിൻ്റെ ലമീർ മടങ്ങുന്നത് ഖുർആനിലേക്കാണ്. അപ്പോൾ ഇന്നാ അൻസൽനാഹു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ അന്ന്. ഐ ലൈലത്ത് അൽഹറ ഫിഹ. അപ്പോൾ ആ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ആ രാത്രി ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? ഐ ലൈലത്തിൻ അൽഹറു ഫിഹ, അള്ളാഹു അതിൽ വെളിവാക്കി മഖാദിർ അൽ ഖലായിക്, ഈ സൃഷ്ടികളുടെ മുഴുവൻ തീരുമാനങ്ങളെയും അന്ന് അവിടെ അള്ളാഹു വെളിവാക്കി. മറാത്തിബ വ അർസാഖൻ വ ആജാലൻ, ഈ സൃഷ്ടികളുടെ മുഴുവൻ തട്ടുകളും. സൃഷ്ടികളിൽ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്, ജീവനുള്ള വസ്തുക്കളുണ്ട്, റൂഹൂതപ്പെട്ടതുണ്ട്, അല്ലാത്തതുണ്ട്. മനുഷ്യന്മാരുണ്ട്, മനുഷ്യന്മാരിൽ തന്നെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരുണ്ട്. അങ്ങനെ അള്ളാഹു സൃഷ്ടിപ്പിനെ എങ്ങനെയൊക്കെയാണ് സംവിധാനിച്ചത്, അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലായി അള്ളാഹു തീരുമാനിച്ചത്. ഓരോരുത്തർക്കും അള്ളാഹു കൊടുത്ത റിസ്ക്കിൻ്റെ കണക്ക്, ആജാലൻ, അതുപോലെ അതിൻ്റെ ലിമിറ്റ്, എപ്പോൾ ജനിക്കും, എപ്പോൾ മരിക്കും എന്ന കാര്യങ്ങൾ മുഴുവനും ഇതൊക്കെ തീരുമാനിച്ച രാത്രി എന്നാണ് പറഞ്ഞതിൻ്റെ സാധനം. അന്നാണ് ഖുർആൻ ഇറക്കിയത്, ഇതെല്ലാം തീരുമാനിച്ചെന്ന്. വഹിയ ലൈലത്തുല്ലതി തഫിദു മലായികത്തുസ്സമാ. ആ ഒരു ദിവസമാണ്, ആ ഒരു രാത്രിയാണ് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുന്നത്. അഹ്ലുല്ലാർദ്, ഭൂമിയിലേക്ക്. ഫി മിസ്ലിഹ അബദൻ ഫി കുല്യാം, അതായത് എല്ലാ വർഷവും ആ രാത്രി ഇങ്ങനെ കലാകാലമായി മലക്കുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇപ്പോൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടതെന്ന് പറഞ്ഞു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അതിൻ്റെ മറ്റൊരു രീതിയിൽ ഇതിനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിലേക്ക് ആ ഒരു തഫ്സീറിലേക്ക് എത്തണം. എന്താണ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത്. ഓക്കെ, ലൈലത്തുൽ ഖദറിനെ മനസ്സിലായി. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ആ ചോദ്യത്തിന്
ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന്. അതിലേക്കാണ് ഈ ഷെയ്ഖുകൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്. നിങ്ങൾക്ക് എന്തറിയാം ലൈലത്തുൽ ഖദറിനെ കുറിച്ച്? ഒന്നും അറിയില്ല. അതാണ് ആ അറിവിൻ്റെ വ്യാപ്തിനാണ് പറയുന്നത്. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. ലം തഅലം ലൈലത്തുൽ ഖദർ വലാകിൻ ഒലിമുക ഹത്താ തഅലം. അതായത് നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മൾ പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അതെന്താണെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ രസം മനസ്സിലാവട്ടെ. ലാസ്റ്റ് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. ആ ഒരു ലൈലത്തുൽ ഖദർ രാത്രി, ആ ഒരു രാത്രി, ആ ഖദറിൻ്റെ രാത്രി അത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാളും ഖൈറാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നൂറുഹ വ ഫദ്ലുഹ വ മഹാസിനുഹ, അതിൻ്റെ പ്രകാശവും അതിൻ്റെ മഹത്വങ്ങളും അതിൽ അലങ്കരിക്കപ്പെട്ട അലങ്കാരങ്ങളും. അഫ്ദൽ മിൻ നൂരി അൽഫി ഹിലാലിൻ, അത് 1000 മാസത്തിൻ്റെ പ്രകാശത്തേക്കാൾ വലുതാണെന്നാണ് അർത്ഥം. 1000 മാസത്തേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ ആ ഒരു രാത്രിയിൽ അള്ളാഹു അലങ്കരിച്ച, അള്ളാഹു നൽകിയ ആത്മീയ പ്രകാശങ്ങളും മഹത്വങ്ങളും അലങ്കാരങ്ങളൊക്കെ 1000 മാസത്തേക്കാൾ അത്ഭുതകരവും മഹത്വമേറിയതുമാണ്. അലൽ ഫറളി വത്തക്കതീർ, ഇതൊരു നമ്മൾ ഇങ്ങനെയാണെന്ന് അനുമാനിച്ചാൽ എങ്ങനെയാണെന്ന് അർത്ഥം. ഒരു അനുമാനത്തിൻ്റെ കണക്ക് പറഞ്ഞതാണ്, അല്ലാതെ കറക്റ്റ് 1000 മാസത്തിനേക്കാൾ വലുതാണെന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. വെറും കറക്റ്റ് 1000 മാസത്തേക്കാൾ അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടോ ഇത്ര വർഷമല്ലേ, ഇത്ര മാസം, ഇന്നിപ്പോൾ നിസ്കരിച്ചാൽ അത്രയും പ്രതിഫലം കിട്ടുക, അങ്ങനെയല്ല. അതൊരു ഊഹം, ഒരു കണക്ക് പറഞ്ഞു എന്നുള്ള അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. ഇനി യഥാർത്ഥത്തിൽ അതിൻ്റെ കണക്ക് എത്ര എന്ന് പറയാം. കുല്ലു ഹിലാലിൻ മിൻ അവ്വലി ദുനിയ ഇല ആഖിരിഹ, ദുനിയാവിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എത്രയൊക്കെ മാസങ്ങളുണ്ടോ ആ മാസങ്ങളിലൊക്കെ ബി മഹാസിനിഹ വ അൻവാരി ഇബാദത്തിഹ, ആ മാസങ്ങളിലൊക്കെ എത്രത്തോളം നമ്മൾ ഇബാദത്ത് കൊണ്ടും ആത്മീയമായ പ്രകാശം കൊണ്ടും അലങ്കരിക്കപ്പെടുന്നുവോ, യാനി ഫമാ വഖഹം ഫിഹ, അത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ആ കാലയളവിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രത്തോളം ഇബാദത്ത് കൊണ്ട് ആത്മീയമായ പ്രകാശം കൊണ്ട് നമ്മൾ അലങ്കരിക്കുന്നുവോ, ആദം ബിമാ യഖ മിൻ അൽഫി ആമിൻ കഹാദൽ ആലമി യത്ലോ അലൈഹി ഷഹർ. എന്നാൽ അത് അങ്ങനത്തെ 1000 ഭൂമികളുണ്ടെങ്കിൽ, അങ്ങനത്തെ 1000 പ്രപഞ്ചങ്ങളുണ്ടെങ്കിൽ, ആ പ്രപഞ്ചങ്ങളിൽ വെളിവാവുന്നതിനേക്കാൾ വലുതാണ് ഈ ഒരൊറ്റ രാത്രി വെളിവാകുന്നതെന്ന് അതിൻ്റെ അർത്ഥം. 1000 മാസത്തിലെ ഇബാദത്ത് എന്നുള്ള കണക്ക് മാത്രമല്ല, അതിൻ്റെ ലാഹിറായ അർത്ഥം അങ്ങനെ തന്നെയാണ്, സംശയമില്ല. അത് മാത്രമല്ല, അതിൻ്റെ അർത്ഥം 1000 പ്രപഞ്ചങ്ങളുണ്ടെങ്കിൽ, ആ 1000 പ്രപഞ്ചങ്ങളിലുള്ള ഓരോ പ്രപഞ്ചങ്ങളിലും ഈ പ്രപഞ്ചം തുടക്കുന്നതിന് മുമ്പ് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതിലുള്ള ഓരോരുത്തരും അവരെ ഇബാദത്ത് കൊണ്ടും ആത്മീയമായ പ്രകാശം കൊണ്ട് എത്രത്തോളം അലങ്കരിക്കുന്നുവോ അത്രത്തോളം, അതിനേക്കാളും വലുതാണ് ഈ ഒരൊറ്റ രാത്രി അള്ളാഹു കൊടുക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അത്രയും പ്രതിഫലം ആ ഒരു രാത്രിക്ക് വരാൻ കാരണം എന്താണ്? അതാണ് ഞാൻ അടുത്ത പാരഗ്രാഫ് പറയുന്നത്. വഹുവ, അത് ഇബ്രാസുൽ മഹാസിനി അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ ഒരു ദിവസം, ആ രാത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ രാത്രി ഇബ്രാസുൽ മഹാസിനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത കാണിക്കുന്നതാണ്. ബിതഖലീദിഹി ബിജവാഹിരി റിസാലത്തി വൽ കിതാബ്, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലങ്കരിച്ച, റസൂലുള്ളാഹിങ്ങൾക്ക് റിസാലത്ത് കൊടുത്തുകൊണ്ട് അലങ്കരിച്ച, അവൻ്റെ കിതാബ് കൊടുത്തുകൊണ്ട് അലങ്കരിച്ച, വജവാഹിരിൽ ഖുലൂബിൽ ഉമ്മത്തി, അവൻ്റെ ഉമ്മത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ നൽകിക്കൊണ്ട് അലങ്കരിച്ച,
വജവാഹിൽ അംഫാസിഹി വ അൻഫാസി അത്തുബാഹി. അതുപോലെ തന്നെ റസൂലുള്ളാഹിങ്ങളുടെ ഓരോ ശ്വാസങ്ങളെയും അലങ്കരിച്ച, റസൂലുള്ളാഹികൾ പിന്തുടരുന്ന ഓരോ ശ്വാസങ്ങളെയും അലങ്കരിച്ച ഒരു രാത്രിയാണത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രാത്രി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ ഒരു ലൈലത്തുൽ ഖദറിലാണ്, ഖദറിൻ്റെ രാത്രിയാണ് പിന്നെ ഖുർആൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തിനാണ് അത്ര മഹത്വപ്പെടുത്തിയത്? ആ ഖുർആനെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലങ്കരിച്ചു, റിസാലത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വപ്പെടുത്തി, റസൂലുള്ളാഹി ഉമ്മത്തിലെ ഓരോ ആളുകളുടെയും ഹൃദയങ്ങളുടെ അവസ്ഥകൾ കൊണ്ട് റസൂലുള്ളാഹി മഹത്വപ്പെടുത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസങ്ങൾ കൊണ്ടും അവിടുത്തെ പിന്തുടരുന്ന ഓരോ ആളുകളുടെയും ശ്വാസം കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വപ്പെടുത്തി. ഇത് കാരണം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അത് ഈ അള്ളാഹു നൽകിയതുണ്ടല്ലോ, റസൂലുള്ളാഹിക്ക് നൽകിയത്, അതൊരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റൂല. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അത് അൽഫ് ഷഹറിനെക്കാളും ഹൈറുള്ളതാണ്. കാരണം എന്തുകൊണ്ട്? അൽഫ് ഷഹർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നേരത്തെ പറഞ്ഞ പോലെ 1000 പ്രപഞ്ചങ്ങളുണ്ടായി. 1000 പ്രപഞ്ചങ്ങളിൽ തുടക്കം മുതൽ അവസാനം വരെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ഇബാദത്ത് ചെയ്യുന്നു, ആത്മീയമായ എന്തൊക്കെ പ്രകാശങ്ങളാൽ അവർ അലങ്കരിക്കപ്പെടുന്നു, അതിനൊക്കെ ഉള്ളതിനേക്കാൾ മഹത്വമുള്ളതാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ രാത്രി എന്ന് പറയുന്നത്? അതിലേക്ക് വരാം. അതിന് മുമ്പ് ഫലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു യാഥാർത്ഥ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഒരു ആത്മീയമായ രഹസ്യമുണ്ട്. മാ കുല്ലുൽ മഖ്ലൂഖ്, എല്ലാ സൃഷ്ടികളുടെയും കൂടെ, യഅ്ബുദു മാഹു റബ്ബഹു, എല്ലാ സൃഷ്ടികളിലൂടെയും അവർ റബ്ബിനെ ആരാധിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ആ കാരണം കൊണ്ടാണത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ ആ ഒരു പിന്നെ ഇത്രയും മഹത്വമുള്ളതായത്? ഓരോ സൃഷ്ടികൾക്കും, പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളും ആ സൃഷ്ടികൾ എങ്ങനെ അവർ അറിഞ്ഞിട്ടോ അറിയാതെയോ റബ്ബിനെ എങ്ങനെയാണോ ആരാധിക്കുന്നത്, ആ ഓരോ ആരാധനൻ്റെ ഉള്ളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. തങ്ങളിലൂടെയാണ് അവർ ആരാധിക്കുന്നതൊക്കെ. അവർ തങ്ങളിലൂടെ അല്ലാതെ അവരാരും ഒന്നും ആരാധിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്തിനാ ഈ രാത്രി? ഫലം യത്തലയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജവാരിഹി ഇല്ലാ ഫി തിൽക്കൽ ലൈല, ആ ഒരു രാത്രിയാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മഹത്വത്തെ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത് എന്ന കാരണം കൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അള്ളാഹു പടച്ചത് എന്തൊക്കെയുണ്ടോ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലുള്ള എല്ലാം ഇവിടെ എന്തൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുന്നു. ആരാധന 2 രൂപത്തിലുണ്ട്. അടിസ്ഥാനപരമായ ഒരു ആരാധന ഉണ്ട്, അത് പ്രപഞ്ചത്തിൽ ആരാധിക്കേണ്ടെന്ന് വിചാരിക്കുന്നവർ വരെ ആരാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു വസ്തുവും അള്ളാഹിൻ്റെ ദിക്ർ ചൊല്ലാത്തതായിട്ടില്ല. എന്നാൽ അള്ളാഹിൻ്റെ ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആരിഫ് ഞാൻ ദിക്റിലാണ് എന്നുള്ള ബോധത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരിഫല്ലാത്തവനും നിരീശ്വരവാദി വരെ, ജീവനില്ലാത്ത വസ്തുക്കൾ വരെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും ആരാധനൻ്റെ പുറത്തല്ല. അപ്പം ഈ അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയും അറിയാത്ത ആരാധനയും എന്തൊക്കെ ഉണ്ടോ, ആ ആരാധനകൾ ആരൊക്കെ എന്തൊക്കെ ആരാധിക്കുന്നുണ്ടോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ മാത്രമാണ് ആരാധിക്കുന്നത്, വേറെ ആരും കൊണ്ടുമല്ല. ആ യാഥാർത്ഥ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അപ്പോൾ ഇസ്രാ മിഅ്റാജിൻ്റെ ഒക്കെ രഹസ്യത്തെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് കുറച്ചും കൂടി ഖുത്ബാനിയത്തിൻ്റെ രഹസ്യമാണ്. അതുകൊണ്ടാണ് ആ ലൈലത്തുൽ ഖദറിന് അത്ര മഹത്വം. ഇല്ലാ ഫി തിൽക്കൽ ലൈലത്ത്, ആ രാത്രിയാണ് അള്ളാഹു റസൂലുള്ളാഹിങ്ങൾക്ക് അത് വെളിവാക്കി കൊടുത്തത്. അതുകൊണ്ട് ആ രാത്രിക്ക് മഹത്വമുണ്ട്. വഹുവ മാ അദ്റാക, അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറഞ്ഞത്. മാ അദ്റാക, നിങ്ങൾക്ക് എന്തറിയാം അതിനെക്കുറിച്ച്? നിങ്ങൾക്കൊന്നും അറിയില്ല. ആ പരിശുദ്ധമായ രാവിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു അവൻ്റെ അടിമയും തമ്മിലുള്ള രഹസ്യം മാത്രമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല.
ഫഫഹം. അതുകൊണ്ട് ഇത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വയുഹ്തമലു അഫ്ളലു മിൻ അൽഫി ഷഹർ. അപ്പോൾ ഇവിടെ അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞല്ലോ. 1000 മാസത്തേക്കാൾ മഹത്വമേറിയതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഷഹർ എന്ന് പറഞ്ഞാൽ ഹംസത്തിൻ വ മിഅത്തൈനി വ അൽഫി ആമീൻ. ഷഹർ എന്നുള്ള ഇതിൻ്റെ അഭിജത് കണക്കെടുത്താൽ മാസം എന്നുള്ളതിന് മാത്രമല്ല ഷഹർ. അൽഫ് ഷഹർ എന്ന് പറഞ്ഞാൽ 1000 മാസം എന്ന് പറയുന്നതിന് പകരം ഷഹർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽഫ് 1000 പ്ലസ് ഷഹർ എന്ന് പറയുമ്പോൾ എന്താവും? ഷഹറിൻ്റെ അബ്ജദ് കണക്കനുസരിച്ച് ഷീനിന് 1000 പിന്നെ ഹ റ ഇതിനൊക്കെ കൂട്ടിയാൽ 1205 വരും. അപ്പോൾ 1205 1000 എന്നാണ് കണക്ക്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടാം. അപ്പോൾ 1205 എന്ന് പറയുമ്പോൾ എന്താണ്? 1205 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് 1205 1205 വർഷങ്ങളാവാം, 1205 ഔ യൗമൻ ദിവസങ്ങളാവാം, 1205 ഷഹറൻ മാസങ്ങളാവാം, 1205 ദഹറൻ കാലഘട്ടങ്ങളാവാം. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ഷഹർ എന്ന് പറഞ്ഞാൽ ഒരു മാസം മാത്രമല്ല 1205 ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ യുഗങ്ങളോ വരെ ആവാം. അതിനേക്കാളും അഫ്ദലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ആ ഒരു മഹത്വം. തനസ്സലുൽ മലായിക്കത്തു, അവിടെ ആ ദിവസം മലക്കുകൾ ഇറങ്ങി വരും. സമാവാത്തി, ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. റൂഹ് എന്ന് പറഞ്ഞാൽ വഹുവ മലക്കുൽ അദീം, ഏറ്റവും ഉന്നതനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരിക്കും. വഫീഹ, അതിൽ ഫീ ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്റിൽ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ബിഇദ്നി അള്ളാഹിൻ്റെ അനുമതിയോടെ മിൻ കുല്ലി അംറിൻ, അതിൻ്റെ അർത്ഥം എന്താ? ഐ ബി കുല്ലി അംറിൻ, എല്ലാ വിഷയത്തിനും, മുബ്രമിൻ ഫി എൽമി, അള്ളാഹിൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അറിവിൽ തീരുമാനിച്ച എല്ലാ വിഷയങ്ങളിലും ആകാശത്തു നിന്ന്, അതായത് ആ ഒരു ദിവസത്തിലല്ല, അള്ളാഹ് തീരുമാനിച്ച എല്ലാ വിഷയങ്ങളിലും ആകാശത്ത് നിന്ന് പിന്നെ അവൻ്റെ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നുണ്ട്. സലാമുൻ ഹിയ എന്ന് പറഞ്ഞാൽ ഐ മാഹിയ ഇല്ലാ സലാം, അതിൽ സലാമു മാത്രമേ ഉള്ളൂ, അതായത് ശാന്തി മാത്രമേ ഉള്ളൂ. ഐ അമാനുൻ വ ബറക്കത്തുൻ വ റിദ്വാനുൻ, അത് അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണവും ബറക്കത്തും തൃപ്തിയും മാത്രമേ ഉള്ളൂ. ഹത്താ മത്ല അൽ ഫജർ, ഫജർ വെളിവാവുന്നത് വരെ, ഐ ഇല തുലു ഇൽ ഫജർ, ഫജർ വെളിവാവുന്നത് വരെ. വഫീഹ, അപ്പോൾ അതിനെ ഒന്നുകൂടി വിശദീകരിക്കുക. അതായത് അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസങ്ങൾക്ക് അള്ളാഹു തങ്ങളുടെ പ്രത്യേകമായ മക്കാമിന്, തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വലിയൊരു മഹത്വത്തെ അള്ളാഹു കാണിച്ചു കൊടുത്ത രാത്രിയാണെന്ന് പറഞ്ഞല്ലോ, ആ രാത്രി. അപ്പോൾ ഈ പറഞ്ഞ അടുത്ത രണ്ടായത്തിൻ്റെ അർത്ഥം ആ തലത്തിൽ നോക്കുമ്പോൾ എന്തായി വരും? വഫീഹ മിനൽ ഉലൂമി വൽ അസ്റാരി വസ്സവാബ്, അതിലുണ്ട് ഉലൂം അറിവുകൾ, വൽ അസ്റാർ ആത്മീയമായ രഹസ്യങ്ങൾ, വസ്സവാബ് അതുപോലെ തന്നെ പിന്നെ പ്രതിഫലങ്ങൾ, മാലായ അലമഹു ഇല്ലാഹു, അവനല്ലാതെ ആർക്കും അത് അറിയൂല. തിലാവത്തുഹ തഅദിൽ, അതുകൊണ്ട് തന്നെ തിലാവത്തുഹ അള്ളാഹു വിശ്വാസങ്ങൾക്ക് നൽകിയ ഈ പരിശുദ്ധമായ ഖുർആനിനെ ഓതുന്നത് അത് പിന്നെ തുലനപ്പെടുത്തി ചെയ്യപ്പെടും. സിയാമു റമദാനുൻ വഹിയ ലൈലത്തുൽ ഖദർ, പിന്നെ റമദാനിന് നോമ്പോക്കുന്നതും ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കുന്നതും. വഫീഹ മിനൽ ഹുറൂഫി, അതുപോലെ തന്നെ ഈ ഖുർആനിലുണ്ട് അക്ഷരങ്ങൾ, മാലായ ഹില്ലു ദിക്റുഹു, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഒളിവാക്കാൻ അനുവദനീയമല്ല. അപ്പോൾ അതിന് ഒരു സൂറത്ത് ഓതാന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തന്നതാണ് സൂറത്തുൽ ഖദർ ഓതുന്നതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ സൂറത്തുൽ ഖദർ ഓതുമ്പോൾ അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ഒരു ഉന്നതനായ ഒരു ആരിഫ് കടന്നു പോകേണ്ട ആത്മീയമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സൂറത്ത് നമ്മൾ ഓതുമ്പോൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ നമുക്ക് പറ്റണമെന്ന്. ഫതഖറ സൂറത്ത് ഫിൽ അവലയൈൻ, നമ്മൾ സൂറത്ത് ഓതേണ്ടത് ആദ്യത്തെ 2 റക്അത്തിലാണ്. തലബൻ ലി തത്വീലിക ഫി ഹദ്റത്തിക്,
ഫി ഹദ്റത്തി. എന്തിനാണ് നമ്മൾ ആ 2 റക്അത്തിൽ സൂറത്ത് ഓതുന്നത്? ആദ്യത്തെ 2 റക്അത്തിൽ ഓതുന്നു, അവസാനത്തെ 2 റക്അത്തിൽ ഓതുന്നില്ല. ആദ്യത്തെ 2 റക്അത്തിൽ അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് നീട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ദൈർഘ്യമേറിയ രൂപത്തിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓതുന്നത്. ഫൽ ഊല അത്വലു മിൻ സാനിയ. ആ നൃത്തത്തിൽ തന്നെ ഇപ്പം നമ്മൾ ദൈർഘിപ്പിച്ച് ഓതാൻ പറ്റുമെന്ന് പറഞ്ഞു, അത് നല്ലതാണെന്ന് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നൃത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ തന്നെ ആദ്യത്തെ 2 റക്അത്തിൽ ഒന്നാമത്തെ റക്അത്താണ് കൂടുതൽ ദൈർഘിപ്പിക്കേണ്ടത്. കാരണം ലി ഖുർബിഹ ലി ഉഹ്റയൈൻ. കാരണം രണ്ടാമത്തെ റക്അത്ത് പിന്നീടുള്ള 2 റക്അത്തിനേക്ക് കൂടുതൽ എടുത്തതാണ്. പിന്നീടുള്ള 2 റക്അത്ത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സൂറത്ത് ഓതാത്തത് എന്ന് പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ വിശദീകരിച്ച ഒന്നുകൂടി ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും സൂറത്ത് ഓതണം, അള്ളാൻ്റെ ഹദ്റത്തിൽ ഇങ്ങനെ കൂടുതൽ ദൈർഘിപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ഒന്നാമത്തേൽ കൂടുതൽ ഓതണം, രണ്ടാമത്തേൽ കുറച്ച് ഓതണം. കാരണം രണ്ടാമത്തേത് പിന്നീടുള്ള 2 റക്അത്തിലേക്ക് കൂടുതൽ എടുത്തതാണ്. ആ കാരണം കൊണ്ട് വ്യക്തിസ്വർ അല ഹദ്ദിൽ എത്തിദാൽ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളെ നൃത്തത്തെ പിന്നെ പരിമിതിപ്പെടുത്തണം. ഫി സൂറത്തി വത്തർത്തീബ്, ഫി സൂവരി വത്തർത്തീബ്. അതിൽ ഉപയോഗിക്കുന്ന സൂറത്തുകളും അതിൻ്റെ രീതികളൊക്കെ വെച്ചിട്ട് ഈ രൂപത്തിൽ നമ്മൾ നിലനിൽക്കണം. വലം തുഷദി സൂറത്ത് ഫിൽ ഉഖ്റയൈൻ. മൂന്നാമത്തെയും 4മത്തെയും റക്അത്തിൽ നമ്മൾ സൂറത്തുകൾ ചൊല്ലാൻ ശരീഅത്ത് കൽപ്പിക്കാതിരുന്നത് ലിസൗലത്തി ആഖിരി ഹദ്റത്തി വഹറാറത്തിഹ. അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ കൂടുതൽ നിൽക്കുമ്പോൾ അവസാനത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് കൊണ്ടും, നമ്മൾക്ക് അള്ളാഹിൻ്റെ ഹദ്റത്തിൽ കൂടുതൽ നിൽക്കുമ്പോൾ ആരിഫീങ്ങളെ സമയത്തോളം അവർക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടും, കൂടുതൽ ജലാൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് അവർ പറയൽ അവർക്ക് ആത്മീയമായൊരു കത്തൽ അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് ആളുകൾ ആരിഫീങ്ങൾ പറയും. കാരണം എന്താ, അവർ എത്രത്തോളം ആ സാന്നിധ്യത്തിൽ നിൽക്കുന്നു അത്രത്തോളം അവർക്ക് ചൂട് അനുഭവപ്പെടും, ചൂട് കൂടി വരും. അപ്പം ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അള്ളാഹിൻ്റെ ഹദ്റത്ത് നിൽക്കുന്നതനുസരിച്ച് ചൂട് കൂടുന്നൊരു ഹദ്റത്താണ്. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ആദ്യം നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും. അള്ളാഹിൻ്റെ ഹദ്റത്തിലല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്നവൻ്റെ ഹദ്റത്തിലാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ രസത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് നീട്ടി ഖുർആൻ ഓതും. രണ്ടാമത്തെ നമ്മൾ കുറച്ചും കൂടി നൃത്തം നിൽക്കുമ്പോൾ അതിനനുസരിച്ച് ആ ചൂട് ഇങ്ങനെ കുറച്ച് കൂടി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ സൂറത്ത് കുറച്ച് ചെറുതാക്കി ഓതും. 3-ാമത്തെ റക്അത്തും 4-ാമത്തെ റക്അത്തും ആകുമ്പോഴത്തേക്ക് ആ ഹദ്റത്ത് ഭയങ്കര ചൂടാകാൻ തുടങ്ങും. അതുകൊണ്ട് പിന്നെ സൂറത്ത് തന്നെ ഓതൂല. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഈ നിസ്കാരത്തിൻ്റെ പേസൊക്കെ ഉണ്ടല്ലോ, സ്പീഡ്. ഈ സ്പീഡിന് ഓരോ സമയത്തും ഓരോ സ്പീഡുണ്ട്. ഓരോ സമയത്ത് സ്പീഡുണ്ടെന്ന് മാത്രമല്ല, ഓരോ അവസ്ഥകളിലും സ്പീഡുണ്ട്. റുക്കൂന്, സുജൂദിന്, എത്തിദാലിന്, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിനൊക്കെ സ്പീഡ് കൂടുകയും കുറയും, ഇങ്ങനൊക്കെ സാധനങ്ങളുണ്ട്. അതൊക്കെ ആരിഫീങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾക്കെല്ലാം ഒരേ സ്പീഡാണ്. നമ്മൾ ചിലപ്പോൾ അള്ളാഹിനെ അറിയാത്തവർ എന്ത് ചെയ്യും, എല്ലാം ഒരേ സ്പീഡിൽ അങ്ങനെ ചെയ്യും. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ആക്കേണ്ടാത്ത കാര്യത്തിനായിരിക്കും. ഏറ്റവും സ്പീഡ് കുറയ്ക്കുന്നത് സ്പീഡ് ആക്കേണ്ട കാര്യത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സാന്നിധ്യമൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളെന്തും ചെയ്യാം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇത്തിദാലിലൊക്കെ അങ്ങനെ കുറേ നേരം നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിലൊക്കെ അങ്ങനെ വളരെ മറിച്ച് ഇങ്ങനെ ഊതുക. അവിടെ അതുപോലെ തന്നെ അവസാനത്തെ 2 റക്അത്തൊക്കെ ദൈർഘിപ്പിച്ച് ഊതുക. ഇതൊക്കെ എന്താണെന്നാണ് നമുക്ക് ആ സാന്നിധ്യം അനുഭവപ്പെടാത്തതുകൊണ്ടാണ്. അതിന് സാന്നിധ്യം അനുഭവിക്കുന്നവരവരെ ആ സാന്നിധ്യത്തിനനുസരിച്ചാണ് അതൊക്കെ ചെയ്യുക. ചിലപ്പോൾ അങ്ങനെ അനുഭവിച്ച് ചെയ്യുന്നവരെ നിസ്കാരത്തിൽ നമ്മൾ ഇയാൾക്ക് നിസ്കാരമൊക്കെ വളരെ സ്പീഡാണല്ലോ എന്നൊക്കെ നമ്മൾ തോന്നിപ്പോവും. നമ്മൾ എന്നിട്ട് അത് വെച്ച് അളക്കും അവരെ. ഇയാളെ നിസ്കാരം കുറച്ച് സ്പീഡ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ നല്ലൊരു ഷെയ്ഖൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിസ്കാരങ്ങളൊക്കെ സ്പീഡ് കൂട്ടി നിസ്കരിക്കാൻ പറ്റും. നമ്മളെ കാഴ്ചപ്പാടിൽ എന്താ, ഇതൊക്കെ സ്പീഡ് കുറയ്ക്കലാണ് വലിയ മഹാൻ. സ്പീഡ് ഇങ്ങനെ എല്ലാത്തിനും കുറയണം സ്പീഡ്. അതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു മഹത്വത്തിൻ്റെ മാനദണ്ഡം. അപ്പോൾ അത് വെച്ചിട്ട് അളക്കുമ്പോൾ
എല്ലാത്തിനും ഇത് ഭയങ്കര സ്പീഡ് വരുന്നുണ്ട്, അതുകൊണ്ട് വേണ്ട, അദ്ദേഹം കാര്യമായി നിസ്കരിക്കുന്നില്ല. കുറച്ചൊരു വിഷു ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇപ്പം ഞാൻ തന്നെ വളരെ മോശപ്പെട്ട ആളാണ്, എന്നിട്ടും ഞാൻ എത്ര പതക്കാണ് നിസ്കരിക്കുന്നത്, മൂപ്പരൊക്കെ എന്ത് സ്പീഡിലാണ് നിസ്കരിക്കുന്നത് നോക്കൂ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. അത് നമുക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആ നിസ്കാരത്തിൽ ആരിഫീങ്ങൾക്ക് അനുഭവപ്പെടുന്ന അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകാത്തതുകൊണ്ടാണ്. കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആരിഫീങ്ങളെ നമ്മൾ ഒരിക്കലും അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തൂല. എന്നാൽ ഇതിൽ മൂന്നാമത്തൊരു വിഭാഗം ആൾക്കാരുണ്ടാവും, അവർ ഈ ആദ്യത്തെ കോലത്തിൽ തന്നെ ആയിരിക്കും. അവർക്ക് ഇതിൻ്റെ മുകളിൽ കാര്യമായി അനുഭവപ്പെടുന്നൊന്നുമില്ല ഒന്നും. എന്നാൽ അവരെന്ത് ചെയ്യും, ആരിഫീങ്ങളെ നിസ്കാരം കണ്ടിട്ട് അതിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പാകത്തിലൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ഷൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആരിഫീങ്ങളെ കോപ്പി ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് ചിലപ്പോൾ ഉള്ളവും നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കള്ള് കുടിക്കാതെ കള്ളുടിയന്മാരെ പോലെ ആടരുത്. അതിൽ ശരിയല്ല. ഒരു കള്ളുടിയന് കള്ളു കുടിച്ചിട്ട് ആടുന്നുണ്ട്, ഓൻ കള്ളു കുടിച്ചിട്ടാണ് ആടുന്നത്. നമ്മളതിങ്ങനെ കള്ളു കുടിക്കാതെ അതിൻ്റെ മസ്ത് വരാതെ വെറുതെ ആടരുത്. അതിലൊരു രസമില്ല. കോമാളിത്തരായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. മറ്റേത് ഒരു മസ്തായിട്ടാണ് മനസ്സിലാക്കുക, ഇത് കോമാളിത്തരാന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് പലതിൻ്റെയും ഇമിറ്റേഷൻ്റെ സ്വഭാവം എന്ന് പറയാം. അപ്പോൾ നിസ്കാരത്തിന് അതുപോലെ ചൂടിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. നിസ്കാരത്തിന് തന്നെയല്ല, ജീവിതത്തിന് മൊത്തത്തിൽ ആ ചൂടിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇങ്ങനെ അതിനെ ദൈർഘിപ്പിക്കുന്ന രസകരമായ മാരിഫത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭയങ്കര ആനന്ദവും സുഖവും സ്നേഹവും സല്ലാപവും ഒക്കെ തോന്നുന്നൊരവസ്ഥയായിരിക്കും. പിന്നീട് അതിൻ്റെ ചൂട് കൂടി വരും. പിന്നെ അവന് കൂടുതലും ഒരു അള്ളാഹുവിൻ്റെ ആ സാന്നിധ്യത്തെ കൊണ്ടുണ്ടാകുന്ന ഒരു ഹൈബത്ത്, അതൊക്കെയാണ് അവന് പിടികൂടുക. ഭയങ്കരമായൊരു ജലാലാണ് അവന് പിടികൂടുക കൂടുതലും. അങ്ങനെ ആയിരിക്കണം. ആ ജലാലിനെയാണ് കൂടുതലവന് ജലാലാണ് അവന് മുന്തി നിൽക്കുക. ആദ്യകാലത്ത് ജമാലാണ് കൂടി മുന്തി നിൽക്കുന്നത് പോലെ. ഫലമ്മ അബത്ത റബ്ബക്ക. ഇനി ഇപ്പോൾ നമ്മൾ ഇവിടം വരെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സൂറത്തിനെ കുറിച്ച് പറഞ്ഞു. സൂറത്ത് ഓതി, ഫാത്തിഹ ഓതി, അതിനുശേഷം സൂറത്ത് ഓതി. ഫലമ്മ അബത്ത റബ്ബക്ക. പിന്നെ ഒരാൾ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ, റബ്ബിനെ ഇബാദത്ത് ചെയ്താൽ, അലാ ഹൈഅത്തി മിൻ ഹയാത്തി അവായിദിക്ക, നിങ്ങളുടെ ശീലങ്ങൾക്കനുസരിച്ചുള്ള ശീലം കൊണ്ട്. എന്താ നമ്മളെ ശീലം? നമ്മളെ ശീലം നമ്മൾ നിൽക്കുക എന്നുള്ളത് നമ്മളെ ശീലം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് നിന്നിട്ടല്ലേ, കുനിഞ്ഞിട്ടാരും സംസാരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ ശീലം ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുക എന്നുള്ള. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ നിന്നിട്ട് ഇബാദത്ത് ചെയ്താൽ, നിന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ചാൽ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഇത് നമ്മളെ ശീലത്തിനനുസരിച്ച് നമ്മൾ ആരാധിച്ചതാണ്. ഓക്കെ, നിങ്ങൾ ശീലം ഓക്കെ, അതങ്ങനെ ചെയ്തോളി. പിന്നെ അള്ളാഹ് പറയാണ്, നക്കല കൈല ഹയഅത്തിൻ മഖ്സൂസത്തിൻ ബിൽ ഇബാദ ലിതഅബുദ റബ്ബക്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി നിങ്ങളെ ശീലത്തിലുള്ള ശീലമില്ലാത്ത വേറൊന്നുകൊണ്ട് പകരം വെക്കും, നിങ്ങളതിലേക്ക് മാറ്റും. അതെന്താണ്? റുക്കുവാണ്. ഫി മറാത്തിബ് അവായിദി അവലൻ, തുടക്കത്തിൽ ആദ്യം നിങ്ങളുടെ ശീലത്തിനനുസരിച്ച് നിന്നു. സുമ്മ ഇല ഫി ഐരിഹ സാനിയൻ, രണ്ടാമത് നിങ്ങൾ ശീലമില്ലാത്ത ഒന്നിലേക്ക് അള്ളാഹു കൊണ്ടുവന്നു. അത് റുക്കുവാണ്. അപ്പോൾ റുക്കുവിലായിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ശീലത്തിൽ പെട്ടതല്ല. നേരെ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാമെന്ന് നമ്മുടെ ശീലം. അപ്പം ആ ശീലത്തിനനുസരിച്ച് നമ്മൾ ഇബാദത്ത് ചെയ്തപ്പോൾ അള്ളാഹു പിന്നെ നമ്മുടെ ശീലത്തിന് വിപരീതമായ ഒന്നിനെ കൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ചിലപ്പോൾ നമ്മളെ ഇബാദത്തുകൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വിട്ടുതരുന്ന ഇബാദത്ത് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുന്നതാണ്. എന്നാൽ ചില സമയത്ത് നമ്മൾ ടേസ്റ്റിന് വിപരീതമായും ചെയ്യാൻ പറയും. ചിലപ്പോൾ നമുക്കത് ഭയങ്കര രുചിയും റാഹത്തൊക്കെ കിട്ടും, അതനുസരിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ആ രുചിയും റാഹത്തും കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ആ രുചിയും റാഹത്തും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു ചിലപ്പോൾ നേരെ നമുക്ക് രുചിക്ക് വിപരീതമായ, റാഹത്തിന് വിപരീതമായ ഒന്നുകൊണ്ട് നമ്മൾ ചുമതലപ്പെടുത്തും.
എന്തിനാ? അതിലൂടെ നമ്മൾ അള്ളാഹനെ ആരാധിക്കണം എന്നുള്ളതുകൊണ്ട്. മറ്റേ നമ്മൾ രുചിനെയും റാഹത്തിനെയും ഇബാദത്ത് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അള്ളാഹനല്ലേ ഇബാദത്ത് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ അള്ളാഹു നമ്മളുടെ രീതികൾക്കനുസരിച്ച് നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ വിട്ടു. അത് നമ്മൾ നിന്ന് നിസ്കരിക്കുന്നത് പോലെയാണ്. പിന്നെ അള്ളാഹിൻ്റെ രീതി കൊണ്ടുവന്നു. കുനിഞ്ഞിക്കാൻ പറഞ്ഞു. കുനിഞ്ഞിക്കുന്ന നമ്മുടെ രീതിയല്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞനുസരിച്ച് ചെയ്യുന്നു. തംഹീദൻ ലി ഹദറ സുജൂദ്. അതെന്തിനാണ് നമ്മൾ കുനിഞ്ഞിക്കാൻ അള്ളാഹു പറഞ്ഞത്? സുജൂദിന് വേണ്ടി തയ്യാറാവാൻ വേണ്ടിയിട്ടാണ്. നേരെ സുജൂദ് ചെയ്യുന്നതിന് പകരം സുജൂദിന് വേണ്ടി തയ്യാറാവാൻ വേണ്ടിയിട്ടാണ്. റിയാദത്തുൻ ലക്ക്, നിങ്ങൾക്കൊരു റിയാദയായി നിങ്ങൾ ഒരു ആത്മീയ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ റുക്കൂ ചെയ്തത്. എന്താ കാരണം അറിയോ? ഫലോ കല്ലഫക്, അള്ളാഹു നിങ്ങളെങ്ങനെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ അൻ തൻഹത്ത മിൻ ഖിയാമിൽ ലി സുജൂദ്, ഖിയാമിൽ നിന്ന് നേരെ സുജൂദിലേക്ക് പോകാൻ അള്ളാഹു നിങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ ലതലാശത അർഖാനു എഹ്സാസിക്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ നശിച്ചു പോകുമായിരുന്നു. അത് അടിച്ചു പോകുമായിരുന്നു, നമ്മളില്ലാണ്ടായി പോകുമായിരുന്നു. നേരെ നിസ്കാരത്തിൽ ഇതിതാലിനെങ്ങാനും, അതായത് നമ്മളെ ഖിയാമെന്നെങ്ങാനും നേരെ സുജൂദിലേക്ക് പോകുമായിരുന്നെങ്കിൽ നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ അടിച്ചു പോകുമായിരുന്നു. നമുക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു ആദ്യം റുക്കൂ ചെയ്ത് പകുതി സുജൂദ് ചെയ്യുക. എന്തിന്? അതിൻ്റെ ആ ഒരു ആത്മീയമായ അവസ്ഥകളൊക്കെ നമുക്ക് തയ്യാറായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളതിനെ കുറിച്ച് ചാടുക. അത് പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഖിയാമിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ നേരെ സുജൂദിലേക്കൊക്കെ പോകുന്നത് നമുക്കൊരു കാര്യമായ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നിസ്കരിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഇതൊക്കെ മനസ്സിലാവും. യഥാർത്ഥമായ ആരിഫീങ്ങളെ നിസ്കരിക്കുന്നുള്ളൂ. ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടു. അഖതാബീങ്ങളായ മഹത്വക്കളെ നിസ്കരിക്കുന്നുള്ളൂ. ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടി. നമ്മളൊക്കെ എന്തോ കാട്ടിക്കൂട്ടാന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിനേക്കാളപ്പുറത്ത് തെളിവൊന്നും വേണ്ട. നിങ്ങൾക്ക് നമ്മളിൽ ആരാ നിസ്കരിക്കൽ? ഞാൻ എന്നെപ്പറ്റി പറയാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഖിയാമിൽ നിന്ന് നേരെ സുജൂദിലേക്ക് പോയാലേക്കും ചിലപ്പോൾ കുറച്ചും കൂടി രസം. നന്നായിട്ട് ഒന്ന് പിന്നെ ഉറക്കമൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും സുജൂദിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി രസം. റുക്കൂ ചെയ്ത് ഇത്തിദാല് പോയി അങ്ങനെയൊക്കെ ഉള്ളതിനേക്കാളും. പക്ഷേ മഹാന്മാർ പറഞ്ഞാൽ എന്താ, നമ്മളെങ്ങാനും സുജൂദിൽ പോയിരുന്നെങ്കിൽ, അള്ളാഹു നേരെ സുജൂദിൽ പോവുമായിരുന്നെങ്കിൽ, ആരിഫീങ്ങളെ സമയത്തോളം സുജൂദിലേക്കാണ് അവർ പോകണമെങ്കിൽ അവർ അവിടെ ഇല്ലാണ്ടായി പോവുമായിരുന്നു. അതുകൊണ്ട് അവരോടുള്ള റഹ്മത്തൊന്നാണ് അള്ളാഹുവിടെ റുക്കൂവിനെ സ്ഥിരപ്പെടുത്തി. റുക്കൂ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യും. നമ്മളങ്ങനെ ആദ്യം സുജൂദ് പോകുന്നതിൻ്റെ ഒരവസ്ഥ റെഡിയാവാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇതുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമല്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് മനസ്സിലാവാൻ. നല്ല തണുപ്പ് ഉള്ള വെള്ളത്തിലേക്ക് നമ്മൾ ചാടാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ മേലൊക്കെ ആക്കിയിട്ടൊന്ന് തയ്യാറാവില്ലേ? അതിനാ നമ്മളെ ശരീരം അതിന് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏതൊരു കാര്യത്തിലേക്കും നമുക്ക് നേരം കൊണ്ട് കിടക്കുന്നതിന് പകരം അതിലേക്ക് തയ്യാറായിക്കൊണ്ട് കിടക്കുക. അതിന് വേണ്ടിയിട്ടാണ് റുക്കൂ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നത് ആണ് പറയുന്നത്. പിന്നെയോ ആ റുക്കൂൽ എന്താ ഉള്ളത്? വശുരിയ ഫി റുക്കൂഇ തക്ബീർ. റുക്കൂൽ നമ്മൾ തക്ബീർ ചൊല്ലുന്നുണ്ട്. അല്ലാഹു അക്ബർ എന്നാണ് റുക്കൂലേക്ക് പോകുന്നത്. ഇഷാറത്തൻ ഇല അന്നഹു വല്ലദി നഖലക്. അതിൻ്റെ സൂചന എന്താണ്? അതുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ് നിങ്ങൾ റുക്കൂലേക്ക് പോകുന്നത്. അള്ളാഹുവാണ് നിങ്ങളെ ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ആ കഴിവ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് റുക്കൂ ചെയ്യാൻ പറ്റൂലായിരുന്നു. അപ്പോൾ റുക്കൂ എന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് തരുന്നത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നായതുകൊണ്ടാണ് അതായത് അള്ളാഹിനെ കൊണ്ടാണ് നമ്മൾ റുക്കൂയിൽ നിന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ തക്ബീർ ചെയ്യുന്നത്. അല്ലാഹു അക്ബർ ഇശാറത്തുൻ ഇലാ അന്നഹു ഹുവല്ലദീ നഖലക. അവനാണ് നിങ്ങളെ ആ റുക്കൂലേക്ക് കൊണ്ടുപോകുന്നത്. മിൻ ഖിയാമിൻ റുക്കൂ, ഖിയാമിൽ നിന്ന് റുക്കൂലേക്ക് കൊണ്ടുപോകുന്നത് അവനാണ്. അപ്പോൾ ശുരിഅ തഅലീമു ഫീഹി, അതിൽ നമ്മൾ തഅലീമ് ചെയ്യുന്നുണ്ടല്ലോ. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന് നമ്മൾ തഅലീമ് ചെയ്തിട്ട് അള്ളാഹിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന് പറയുന്നുണ്ട് 3 പ്രാവശ്യം. ഫാക്സർ അതിനേക്കാൾ കൂടാം, കുഴപ്പമില്ല. ഇഷാറത്തൻ അതിൻ്റെ സൂചന എന്താ? ഇലാ അന്നഹു മാ അദമു മിൻ ഫീ കൽബിക ഇല്ലാ റബ്ബുക്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ റബ്ബല്ലാതെ മഹത്വമുള്ളവൻ വേറെ ആരുമില്ല എന്നുള്ള ഇതിൻ്റെ സൂചനയാണത്.
മുനസ്സഹു അമ്മ തെസിഫഹു ഫിൽ കുഫാരി മിനൻ നഖായിസ്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന തന്നെ കാഫിര്യങ്ങൾ മാത്രമല്ല, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ, അള്ളാഹിനെ പ്രവർത്തിക്കുന്നത് നിഷേധിക്കുന്ന ആൾക്കാർ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ഇതിൽ വരും. അപ്പോൾ അവരൊക്കെ ചേർത്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റബ്ബാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ നിന്നും എല്ലാം പ്രവർത്തിക്കുന്ന അവനാണെന്ന് പറയുന്നതിന് പകരം അവനും പ്രവർത്തിക്കുന്നുണ്ട്, വേറെ ആൾക്കാരും പ്രവർത്തിക്കുന്നുണ്ട്, അവനും മഹത്വമുണ്ട്, വേറെ ആൾക്കാർക്ക് മഹത്വമുണ്ട്, അവനും കാണുന്നുണ്ട്, വേറെ ആൾക്കാരും കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയിൽ നിന്നൊക്കെ ഞാൻ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ, അവൻ മാത്രമേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ, അവൻ മാത്രമേ ഇതൊക്കെ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറയലാണ്. ലിനുഖ്സാനിഹിം അൻ ഔ യറൂ കമാലൻ. അവരുടെ ആ കുറവ് കൊണ്ടാണ് അവർക്ക് അള്ളാഹുവിൻ്റെ കമാലിയത്തെ കാണാൻ പറ്റാത്തത്. അള്ളയാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ, അള്ളയാണ് എല്ലാത്തിലൂടെയും വെളിവാകുന്നത് എന്തുകൊണ്ട് അവർക്ക് കാണാൻ പറ്റാത്തത്? അത് അവരുടെ കുറവ് കൊണ്ടാണ്, അള്ളാഹിൻ്റെ കുറവ് കൊണ്ടല്ല. കഅൈന അംയാ ഹൗല, ഏതുപോലെ ഒരു അന്ധൻ്റെ അല്ലെങ്കിൽ കോങ്കണ്ണുള്ള ആളുടെ കണ്ണിനെ പോലെ. ലാ തറ ഇല്ല ഇവജൻ, അവനെപ്പോഴും ഇങ്ങനെ ഒരു കോങ്കണ്ണുള്ള ആൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ വളഞ്ഞിട്ടാണ് കാണുക. അത് അവൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ കാഴ്ചൻ്റെ പ്രശ്നമല്ല, കാണുന്ന വസ്തുവിൻ്റെ പ്രശ്നമല്ല. നുഹീത്ത അനിൽ ഖിറാഅത്ത് ഫീഹി, നുഹീത്ത അൻ ഖിറാഅത്ത് ഫീഹി, അതിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് തൊട്ട് അള്ളാഹു വിലക്കിയിട്ടുണ്ട് നമ്മളെ. എന്തുകൊണ്ടാണ് റുക്കൂൽ ഖുർആൻ ഓതാൻ പറ്റാത്തത്? റുക്കൂൽ ഖുർആൻ ഓതാൻ പറയുന്നില്ലല്ലോ. എന്താ? ഇശാറത്തുൻ ഇലാ അന്നക്ക, അതിൻ്റെ സൂചന എന്താ? ഇലാ അന്നക്ക നായിബുൻ അനില്ലാഹി ഫി തിലാവത്തി. ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ ഓതുന്നതിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. അത് നിങ്ങളിലൂടെ ഓതുന്നത് അള്ളാഹുവാണ്. അപ്പോൾ നിങ്ങൾ അള്ളാഹിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഖുർആൻ നിങ്ങൾ ഓതുന്നത്. എന്നാൽ റുക്കൂൽ ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടില്ല. ഈ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ഫഹാദൽ മക്കാമുക്കൽ ഹാസുബിക്, ഈ റുക്കൂവിൻ്റെ മക്കാം നിങ്ങൾക്ക് വേണ്ടിയുള്ള മക്കാമാണ്. ഖുർആൻ ഓതുമ്പോൾ അള്ളയാണ് അവിടെ വെളിവാകുന്നത്. റുക്കൂ നിങ്ങളുടെ മക്കാമാണ്. വഹുവ മക്കാമുൽ ദുൽ, അത് നിങ്ങളുടെ തായ്മയുടെ മക്കാമാണ്. മക്കാമുൽ ഖുർആൻ ഇസ്, ഖുർആൻ്റെ മക്കാമാവട്ടെ പ്രതാപത്തിൻ്റെ മക്കാമാണ്. റുക്കൂ നിങ്ങളുടെ മക്കാമാണ്, അത് തായ്മയുടെ മക്കാമാണ്. ഖുർആൻ ഇസ്സത്തിൻ്റെ മക്കാമാണ്, അത് നേരെ നിൽക്കുന്ന മക്കാമാണ്. അപ്പോൾ റുക്കൂൽ നിങ്ങൾ ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മക്കാമാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളാണ് അവിടെ തായ്മ കാണിക്കുന്നത്. അപ്പോൾ തായ്മ കാണിക്കുമ്പോൾ അവിടെ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് നിങ്ങളെ മക്കാമിൽ അള്ളാഹിൻ്റെ മക്കാമിനെ ചേർത്തി വെക്കുന്ന പോലെ ഉണ്ട്. അത് പറ്റൂല. ഫവജബ അലൈക തറക്കു ഖിറാഅത്തി, അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ഖുർആൻ ഓതൽ ഓതാതിരിക്കൽ നിർബന്ധമാണ്. അത് ഓതരുത്, ഒഴിവാക്കണം, ഖുർആൻ ഓത്ത് ഒഴിവാക്കണം. ഫി മക്കാമി തദല്ലുൽ, അത് തായ്മ കാണിക്കുന്നൊരു മക്കാമായതുകൊണ്ടാണ്. വഹുവ റുക്കൂ വ സുജൂദ്, റുക്കുവും സുജൂദും ഒക്കെ അതുപോലെയാണ്. റുക്കുവിലും സുജൂദിലൊക്കെ നമ്മൾ അങ്ങേയറ്റത്തെ തായ്മ കാണിക്കുകയാണ്. അതാണ് നമ്മുടെ മക്കാം. അവിടെയാണ് ഒരു അടിമ ഉണ്ടാവേണ്ടത്. അപ്പോൾ അടിമൻ്റെ മക്കാമായതുകൊണ്ടാണ് അവിടെ ഖുർആനില്ലാത്തത്. ഖുർആനാണ് അള്ളാഹിൻ്റെതാണ്. അള്ളാഹ് നമ്മളതിന് ചുമതലപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഫഇന്നക ഫീഹിമ ഐറു സ്വാലിഹിൻ ലിനിയാബത്തി, അതുകൊണ്ട് തന്നെ റുക്കൂലും സുജൂദിലും അള്ളാഹുവിന് പകരമായി കൊണ്ട് ഖുർആൻ ഓതുക എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമാണ്. കാരണം അള്ളാഹിന് പകരമാകാൻ അവിടെ നമുക്ക് പറ്റൂല. കാരണം അത് നമ്മളെ മക്കാമാണ്. അൻ കലാമിൽ അജീസ്, കാരണം അള്ളാഹിൻ്റെ കലാം അജീസാണ്. വൈദാ ഇത്മഅനന്തു വസകനതു ബില്ലാ, നിങ്ങളവിടെ ആ റുക്കൂല് നിങ്ങൾ ത്വത്മഇന്നത്ത് നേടിയാൽ, സുക്കൂന് നേടിയാൽ, അള്ളാഹുലായിട്ടുള്ള ഒരു സുക്കൂന്, ഒരു ശാന്തി നിങ്ങളവിടെ നേടിയാൽ, വഹദറ ലക മാ കുന്ത ബിസദദിഹി, നിങ്ങളെന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് അവിടെ നൽകപ്പെട്ടാൽ, വറഫഅ ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് ഉയരണം. റുക്കൂ ചെയ്തതിന് ശേഷം അവിടെ റുക്കൂ കൊണ്ട് നിങ്ങൾ എന്താണോ നേടേണ്ടത് അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് ഉയരണം. ഇലാ ഹദ്ദിലെ എത്തിദാലിലേക്ക് മുഅമ്മിറൻ മുദ്ദത്തുർ റഫഇ ബിസമി അല്ലാഹു ലിമൻ ഹമീദ, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് നിങ്ങൾ പറയണം. തന്നെ സ്തുതിച്ചവൻ്റെ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു. സമി അള്ളാഹ് കേട്ടിരിക്കുന്നു. ലിമൻ ഹമീദ, തന്നെ സ്തുതിച്ചവൻ്റെ സ്തുതി
എന്ന് പറയണം. ഫഖത്ത് ഇൻ കുന്ത ഇമാമൻ, നിങ്ങൾ ഇമാമാണെങ്കിൽ നിങ്ങൾ അത് മാത്രമേ പറയേണ്ടുള്ളൂ. ഇത് ഒരു മാലിക്കി മദ്ഹബിൻ്റെ പേഴ്സ്പെക്റ്റീവിലാട്ടോ. നമ്മൾ ഷാഫി മദ്ഹബിൽ നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ സമി അല്ലാഹു ലിമൻ ഹമീദ. എന്നാൽ മാലിക്കി മദ്ഹബിലും സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് ഇമാം മാത്രമേ പറയേണ്ടതുള്ളൂ. മാമൂം സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയേണ്ടതില്ല. അപ്പോൾ ഇമാമാണെങ്കിൽ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയും. ഇനി ഒറ്റക്ക് സംസ്കരിക്കുന്നുണ്ടെങ്കിൽ മാലിക്കി മദ്ഹബിലും സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയും. അപ്പോൾ ഇമാമാണെങ്കിൽ സമി അല്ലാഹു ലിമൻ ഹമീദ, അള്ളാഹു കേട്ടിരിക്കുന്നു, ലിമൻ ഹമീദ അവനെ നന്ദി ചെയ്തതിനെ സ്തുതിച്ചതിനെ അള്ളാഹ് കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം അങ്ങനെ പറയുമ്പോൾ യലാമൻ മിൻക ലിമൻ വറാഖ്, ഇമാമിൻ്റെ പിന്നിലുള്ളവരെ ആ കാര്യം അറിയിക്കുക എന്നുള്ളതാണ് ഇമാമിൻ്റെ ചുമതല. ബിഅന്ന അല്ലാഹു സമിയ, എന്താ അറിയിക്കുന്നത്? അള്ളാഹു കേട്ടിട്ടുണ്ട്. സമാ അൽ ഖുബൂൽ, അള്ളാഹുവിൻ്റെ സ്വീകാര്യതയുടെ കേൾവി കൊണ്ട്. ഇബാദത്തമൻ ഹമിദഹു അബ്ദഹു, നിങ്ങൾ നമ്മൾ ഹംദ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്തതിനൊക്കെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ അള്ളാഹു നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ ഹദറത്തിൽ നിന്ന് നമ്മൾ നേടേണ്ടതൊക്കെ നേടിയാൽ നമ്മളിങ്ങനെ ഉയരണം. ആ ഉയരുമ്പോൾ സമയം അല്ലാഹു ലിമൻ ഹമീദ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ പിന്നിലുള്ള ആളുകളോട്. നമ്മൾ എന്താണോ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു നമ്മളുടെ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് സന്തോഷിച്ചോളിയും, അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം ലിഅന്നക റഈസു മൻ ഹൽഫക, കാരണം നിങ്ങളെ പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ നേതാവാണ്. ഫവജബ അലൈക തബ്ശീറുഹും ബിമാ റഅയ്ത വഅലിംത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമാമായ നിലക്ക്, നിങ്ങൾ അവരുടെ നേതാവാണെന്ന നിലക്ക് നിങ്ങൾ കണ്ട, നിങ്ങൾ അനുഭവിച്ച, നിങ്ങൾ അറിഞ്ഞ സന്തോഷ വാർത്തകളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധം. ഒറ്റക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുമ്പോൾ ഇമാമ് മാത്രം തന്നെ അത് പറയുന്നത്, ഇമാമ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനിതാ അള്ളാഹ് കേട്ടിട്ടുണ്ട് കേട്ടോ, അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സന്തോഷ വാർത്തയാണല്ലോ. അപ്പോൾ ഒരു ഇമാമ് സന്തോഷ വാർത്ത ബാക്കിയുള്ളവരെ പിന്തുടർന്നവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇമാമിന് നിർബന്ധം. അപ്പോൾ കദാലിക ഖുൽ ഇൻ കുന്തു ഫദ്ദൻ, അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചൊല്ലണം. തൻബീഹൻ മിൻക ലിയർഖാനിക ല്ലാഹിറ ബിഅന്ന അല്ലാഹു അലിമ മാ അബ്ദതു ബി, അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കുള്ള സമയത്തും ചൊല്ലണം. എന്തിനാണ് അങ്ങനെ ചൊല്ലുന്നത്? നിങ്ങളെ ബാഹ്യമായ അവയവങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ്. എന്ത്? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇബാദത്തൊക്കെ എന്ന് നമ്മളത്തോട് തന്നെ പറയുന്നത് പോലെയാണ്, നമ്മളെ ബാഹ്യമായ അവയവങ്ങളോട്. വസീദ് അലൈഹി, നിങ്ങൾ അതിനോട് കൂട്ടണം. അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹു റബ്ബനാ ലക്കൽ ഹംദ് നിങ്ങൾ എന്ന് അതിനോട് കൂട്ടി പറയണം. നമ്മൾ മിൽ അസ്സമാവാത്തി മിൽ അർദിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂട്ടി പറയല്ലോ ഷാഫി മദ്ഹബിൽ. അതേസമയം മാലിക്കി മദ്ഹബിലൊക്കെ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ അവർക്ക് റുക്കൂല് 3 പ്രാവശ്യം സുബ്ഹാന റബ്ബി അദീം ബിഹംദിന്ന് ചൊല്ലുന്നുണ്ട്. എന്നാൽ റുക്കൂല് ചൊല്ലി ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ റബ്ബനാ ലക്കൽ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് ഇമാമ് മാത്രമേ ചൊല്ലേണ്ടുള്ളൂ, വേറൊന്നും ഇമാമും ചൊല്ലണ്ട. അപ്പോൾ മാമൂമ് അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് അത്രേ ചൊല്ലുണ്ട്, വേറൊന്നും ചൊല്ലേണ്ടല്ല. അപ്പോൾ നമ്മൾ ഇഅ്തിദാൽ കഴിഞ്ഞ് റുക്കൂലേക്ക് പോകാനുള്ള ടൈം വളരെ ചുരുക്കേണ്ടാവുള്ളൂ, ഷോർട്ടാണ്. അപ്പോൾ ഇഅ്തിദാൽ കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുന്ന ടൈം വളരെ ഷോർട്ടാണ് മാലിക്കിയിൽ. പിന്നെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന് നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നതിൽ വബിഹംദി എന്നുള്ള സുബ്ഹാന റബ്ബിയൽ അഅ്ലാ മാത്രമേ ഉള്ളൂ അങ്ങനെ ചൊല്ലവർക്ക്. 3 പ്രാവശ്യം അതും ഷോർട്ടാണ്. പിന്നെ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലുന്ന അത്ര ഒന്നും ചൊല്ലണ്ട, ജസ്റ്റ് അവർ ഇരുന്നാൽ മതി, ചൊല്ലൽ തന്നെ അവർക്ക് വേണ്ട. വേണമെങ്കിൽ റബ്ബി അഫ്ർലി എന്ന് പറയാം, കുഴപ്പമില്ല, വേറൊന്നും ചൊല്ലൽ തന്നെ അവർക്ക് വേണ്ട ആവശ്യമില്ല. അപ്പോൾ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തവും വളരെ ഷോർട്ടാണ്, ഇരുന്ന് വന്നാൽ മതി. അപ്പോൾ വീണ്ടും സുജൂദിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിസ്കാരം മാലിക്കി മദ്ഹബിലെ ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരം നോക്കുമ്പോൾ ഒരു ഭയങ്കര സ്പീഡ് നിസ്കരിക്കുന്ന പോലെ ഉണ്ട്. കാരണം നമ്മൾ റുക്കൂലേക്ക് പോകുമ്പോൾ നമ്മൾ റുക്കൂലുള്ള സമയവും നമ്മുടെ സമയവും ഓരോ സമയവും സെയിമാണ്. പക്ഷെ നമ്മൾ ഇഅ്തിദാലിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ
കുറേ ചൊല്ലാനുണ്ട്, ഇവർക്കും കുറച്ച് ചെല്ലാനുള്ളൂ. ചെല്ലണമെന്നൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ എത്തിയാൽ പെട്ടെന്ന് സുജൂദിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കുറച്ച് ചൊല്ലി വരുമ്പോഴത്തേക്ക് സുജൂദിലേക്ക് പോകാനുള്ള ടൈം ആവുന്നുണ്ടാവുള്ളൂ. ഒരു സുജൂദ് എത്തി പോരുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ സുജൂദ് പോകുന്നുണ്ടാവുള്ളൂ. സുജൂദ് പോയി പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഇരുത്തം കുറഞ്ഞ സമയം എടുക്കുള്ളൂ. നമുക്ക് കുറച്ച് നേരത്തിൽ ചൊല്ലാനുള്ള ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സുജൂദ് നമ്മൾ ഏകദേശം സെയിമാണ്, റുക്കൂൽ ഏകദേശം സെയിം ആണെങ്കിലും ബാക്കിയുള്ള സമയത്ത് സെയിം അല്ലാത്തത് കൊണ്ടും അവർക്ക് കുറച്ചേ ഉള്ളതുകൊണ്ടും അവർ സ്പീഡിൽ ഇതൊന്നും ചെയ്യാതെ നിസ്കരിക്കണ പോലെ നമുക്ക് തോന്നും. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഷെയ്ഖൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരം നമ്മൾ നോക്കിയാൽ ഇങ്ങനെയൊക്കെ നിസ്കരിക്കണ പോലെ തോന്നും. അപ്പോൾ നമ്മളായിരിക്കും ഒരു ഭയങ്കര സ്പീഡിലാണ് നിസ്കരിക്കണത്, ഇപ്പോൾ നമുക്ക് സ്പീഡിൽ നിസ്കരിക്കുക സുന്നത്തെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഒന്നെങ്കിൽ നമ്മൾ മാലിക് മദ്ഹബാവുക, എന്നിട്ട് ഓടി നിസ്കരിക്കണ പോലെ നമ്മൾ നിസ്കരിക്കുക. ഒന്നുകിൽ അങ്ങനെ ആവുക, അല്ലെങ്കിൽ നമ്മൾ ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് ഒരു മാലിക് മദ്ഹബിലാണ് അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളനുസരിച്ച് തന്നെ നിസ്കരിക്കുക. ഏതെങ്കിലും ഒന്ന്, ഇത് രണ്ടിനെയും നടുവിൽ നിൽക്കരുത്. എങ്ങനെ? നമ്മൾ ഷാഫിയായിട്ട് തന്നെ നിൽക്കുക, എന്നിട്ട് മാലിക് മദ്ഹബിൽ ഓല് നിസ്കരിക്കണ പോലെ നിസ്കരിക്കുക. അപ്പോൾ നമ്മളിത് ചൊല്ലിയും വേണം. ഓലെ സ്പീഡും മാച്ച് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ നമ്മൾ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി ഓരോ സ്പീഡ് മാച്ച് ആവാൻ എത്ര ഫാസ്റ്റായി ചൊല്ലേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ഉദൂരിയത്ത് കിട്ടില്ല. എത്തിദാലിലും അതുപോലെ തന്നെ നമ്മൾ ചൊല്ലാണ്ടൊക്കെ ചൊല്ലി അവരുടെ ആ സ്പീഡിനനുസരിച്ച് മാച്ച് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചെയ്യുക. എൻ്റെ ഇടയിൽ നിൽക്കരുത്. അപ്പോൾ എങ്ങനെ ചെയ്താലും അവരുടെ നിസ്കാരം മാലിക് മദ്ഹബ് അനുസരിച്ചാണ് എന്നുള്ളതും അത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ബോധ്യം ഉണ്ടാവണം. മുമ്പ് കഴിഞ്ഞതിൽ പഠിച്ചിരുന്നു, മാലിക് മദ്ഹബ് സയ്യിദ്നാ ഷാഹ് അഹ്മദ് തിജാനി തങ്ങളെ സ്വീകരിച്ചു എന്ന കാരണം കൊണ്ട് അത് ഏറ്റവും അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള ഒന്നാണെന്ന് ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഈ കാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പേവ് ഏറ്റവും വലിയ പേവ് എന്ന് പറയുന്നത് ഓരൊക്കെ ഭയങ്കര നിസ്കാരത്തിൽ തീരെ ശ്രദ്ധയില്ല, ഭയങ്കര സ്പീഡിലാണെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു മോശം ചിന്ത വെച്ച് വളർത്തലാണ്. അത് വളരെ മോശമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിൻ്റെ താഴെയൊരു പേവ് സംഭവിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഷാഫി ആയിക്കൊണ്ട് തന്നെ മാലിക്കിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. അത് ശരിയല്ലല്ലോ. നമ്മൾ സൈക്കിൾ ഓടിക്കൊണ്ട് കാറിനെ മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ട്. നമ്മൾ ഭയങ്കര കഷ്ടപ്പാടും. കാരണം കാറിൽ പോകുമ്പോൾ അവർക്ക് സ്പീഡിൽ പോവാം, സൈക്കിൾ ഓടിക്കുന്നതിന് പോകുന്നതിന് ഒരു ലിമിറ്റില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നെങ്കിലും മാലിക്കാവുക, എന്നിട്ട് മാലിക്ക് അനുസരിച്ച് ഓരോ നിസ്കരിച്ചോളൂ, കുഴപ്പമില്ല. മാലിക്കല്ലേ, നമ്മൾ ഷാഫി അനുസരിച്ചാണോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഓരങ്ങനെ തന്നെ നിസ്കരിച്ചോട്ടെ, അത് ഏറ്റവും നല്ലതാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മളെ നിസ്കരിക്കണ പോലെ നിസ്കരിക്കുക. ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഏതെങ്കിലും ഒന്നും നമ്മൾ ചൂസ് ചെയ്യണം. രണ്ടിൻ്റെ ഇടയിലായി പോരുത്. വസിദ് അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് കാസിദം ബിഹി അദാ ഹംദില്ലാ. അപ്പോൾ നമ്മൾ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയുന്നതിലൂടെ കാസിദം ബിഹി അദാ ഹംദില്ലാ, അള്ളാഹുവിനോട് നമ്മൾ പൂർത്തീകരിക്കേണ്ട ഹംദിന് നമ്മൾ പൂർത്തീകരിക്കുകയാണെന്ന് നമ്മൾ നിയ്യത്ത് വെക്കണം. അല്ലദീ ഔഖഫക വവഫഖ ബൈന യദൈ വഖബിൽ ദാലിക്. അള്ളാഹുവാണ് നിങ്ങളെ അവൻ്റെ മുമ്പിൽ നിർത്തിയതെന്നും അള്ളാഹുവാണ് നിങ്ങൾക്കിതിന് തൗഫീക്ക് നൽകിയതെന്നും അള്ളാഹുവാണ് അതുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കുന്നു എന്നൊക്കെ അതിനോടൊക്കെ സ്തുതി ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, അള്ളാഹുക്കാണ് സ്തുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹാണ് എന്നെ നിർത്തിയത്, അള്ളാഹാണ് എന്നെ റുക്കുവ ചെയ്യിപ്പിച്ചത്, അള്ളാഹാണ് എനിക്കൊക്കെ തന്നത്, ഇതിനൊക്കെ തൗഫീക്ക് നൽകിയവൻ അവനാണ്. നമ്മൾ നിർത്തിയതും നമുക്കതിനു വേണ്ട സൗഭാഗ്യം നൽകിയതും ഒക്കെ അവനാണ്. അതുകൊണ്ട് ഹംദ് എന്ന രൂപത്തിലാവണം നമ്മൾ ഹംദ് ചെയ്യേണ്ടത്. വൈൻ കുന്തു മാമൂമാണെങ്കിൽ ഫക്തസിർ അല അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്. മാമൂനാണെങ്കിൽ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് ഇത് മാത്രം ചൊല്ലിയാൽ മതി. നമ്മൾ ഷാഫികളാണെങ്കിൽ സമി അല്ലാഹു ലിമൻ ഹമിദാന്നും ചൊല്ലണം, അതിന് ശേഷമുള്ള ദിക്റും ചൊല്ലണം. മാലിക്കികൾക്ക് വെറും സമി അല്ലാഹു ലിമൻ ഹമിദാന്ന് വരെ ചൊല്ലണ്ട. മാമൂമികൾക്ക് അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് മാത്രം ചൊല്ലിയാൽ മതി. ഇജാബത്തൻ ലി കലാമിൽ ഇമാം, നമ്മൾ ഇമാമിൻ്റെ കലാമിനെ
കേട്ടുകൊണ്ടാണ്, ഇമാമിൻ്റെ സംസാരത്തിന് ഉത്തരം നൽകിയിട്ടാണ് നമ്മൾ അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുന്നത്. സമി അല്ലാഹു ലിമൻ ഹമിദ, ഹംദ് ചെയ്ത് നമ്മൾ ഇബാദത്ത് ചെയ്തതിനൊക്കെ അള്ളാഹു കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ്, അള്ളാഹ്ക്കാണ് സ്തുതി, അള്ളാഹ് കേട്ടല്ലോ, അള്ളാഹ് സ്വീകരിച്ചല്ലോ എന്നാണ് പറഞ്ഞതിൻ്റെ ആ അർത്ഥത്തിലുള്ള വ്യാഖ്യാനം. അപ്പോൾ ഒലി മലക്ക ബിമാ റസഖഹുമുല്ലാഹു ലക്ക്, അപ്പോൾ അവർ ഇമാം നമ്മളോട് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളതിനെ അറിഞ്ഞതിനെ ഹംദ് ചെയ്യണം. അപ്പോൾ ഷക്കർ താലിഹി നിയമ റബ്ബിക്ക, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യണം. മുനാദിയൻ റുബൂബിയത്തിക്ക്, അവിടെ റബ്ബിനെ വിളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാഹുമ്മ റബ്ബനാ, റബ്ബെ എന്ന് വിളിച്ചിട്ട്. മുതവസ്സിലംബിയ ജമീ അസ്മായി അൽ മുന്ദരിജത്തി ഫി മീമി മിൻ അല്ലാഹുമ്മ, അല്ലാഹുമ്മ എന്നുള്ളതിലെ മീമിലെ മീമിലടങ്ങിയിട്ടുള്ള എല്ലാ അസ്മാകളെയും തവസ്സുൽ ചെയ്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അല്ലാഹുമ്മ, അല്ലാഹ് എന്ന് പറയുന്ന, അല്ലാഹുമ്മ എന്ന് പറയുന്നുണ്ട്. അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ അവിടെ മീമ് കൂട്ടുന്നുണ്ട് അള്ളാഹിൻ്റെ കൂടെ. ആ മീമിലടങ്ങിയിട്ടുള്ള എല്ലാ അസ്മാകളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിലേക്ക് അള്ളാഹു വെളിവാക്കിയ അവൻ്റെ ഇസ്മുകളുടെ തജല്ലികളെ മുഴുവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ തവസ്സുലാക്കിക്കൊണ്ട്, അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അള്ളാഹു വെളിവാക്കിയ എല്ലാ അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ തജല്ലികളെയും തവസ്സുലാക്കിക്കൊണ്ട് ഞാൻ റബ്ബിനെ വിളിച്ച് റബ്ബിനോട് പിന്നെ ഹംദ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വൈദ ഇത്തദൽത്ത, അങ്ങനെ ഇത്തിദാൽ ചെയ്താൽ, വ അലിഫ്ത ഇബാദത്തക്ക്, പിന്നെ നിങ്ങൾ ഇബാദത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഇത്തിദാലിൽ നിങ്ങൾ ശാന്തനായാൽ, അതിൽ നിങ്ങൾ പിന്നെ അതിനോട് നിങ്ങൾ യോജിച്ചാൽ, ഹിയ ഹൈഹത്തു ആദത്തിക്ക വ ഐരിഹ, ഏതൊക്കെ നിങ്ങളുടെ ആദത്തായ നൃത്തവും ആദത്തല്ലാതെ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച റുക്കുവും, നിങ്ങളുടെ ശീലമായത് നിങ്ങളിങ്ങനെ നിന്നിട്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ള, അള്ളാഹു ശീലമില്ലാത്തതിന് വിപരീതമായി ചെയ്യാൻ പറഞ്ഞല്ലോ, റുക്കൂ ചെയ്യാൻ പറഞ്ഞു, അതും ഈ രണ്ടിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തിയാൽ, റദ്ദക്കല്ലാഹു ബിഖുദ്റത്തിക്ക നാക്കിലൻ ലക്ക്, റദ്ദക്കല്ലാഹു ബിഖുദ്റത്തിക്ക, അള്ളാഹു താല നിങ്ങളെ മടക്കും അള്ളാഹിൻ്റെ ശക്തി കൊണ്ട്, നാക്കിലൻ ലക്ക് ഇലാ മർത്തബ സുജൂദ്, സുജൂദിൻ്റെ മർത്തബയിലേക്ക്, അല്ലത്തി ഹിയ ആലമു ഖുറുബി മിൻഹു ജല്ല വഅല, ആ സുജൂദിൻ്റെ മർത്തബയാണ് അള്ളാഹു താലയോട് ഏറ്റവും സാമീപ്യമുള്ള മർത്തബ. വസ്ജുദ് വഖതരിബ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വസ്ജുദ്, സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഖുർബത്തിനെ ഹാസിലാക്കണം, സാമീപ്യം കരസ്ഥമാക്കണം എന്ന് പറഞ്ഞത്. സുജൂദ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ഏറ്റവും ഖുർബുള്ള, അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യമുള്ള ഒരു മർത്തബയായതുകൊണ്ടാണ്. അപ്പോൾ സുജൂദിലേക്ക് നിങ്ങൾ പോകണം ഇത്തിദാൽ കഴിഞ്ഞാൽ. മുഅമ്മിറൻ മർത്തബത്തൽ ഇൻഹിതാത്തി ബിത്തഖ്ബീർ ഇശാറത്തൻ ഇലാ സിറായത്തുൽ ഖുദ്റത്ത് ഫീക്ക്. അപ്പോൾ നിങ്ങൾ സുജൂദിലേക്ക് നിങ്ങൾ മടങ്ങി ഇങ്ങനെ പോകേണ്ടത്, ഇപ്പോൾ ഇത്തിദാലിൽ നിന്നായി സുജൂദിലേക്ക് അള്ളാഹു നിങ്ങളെ മടക്കാണ്. സുജൂദിലേക്ക് നിങ്ങൾ മടങ്ങി പോകേണ്ടത്, ആ സുജൂദിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകുന്നത്, അതിലേക്കുള്ള പിന്നെ ശക്തി നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളെ സുജൂദിലേക്ക് നിങ്ങളെ മടക്കുന്നത്, അതിനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കി തരുന്നത്, അതൊക്കെ അത് അള്ളാഹുവിൻ്റെ കുദ്റത്ത് കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ നിങ്ങൾ കഴിവുകൊണ്ടല്ല. അപ്പോൾ നിങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് എൻ്റെ കഴിവുണ്ടായിട്ടാണ് ഞാൻ സുജൂദിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. നിൻ്റെ കഴിവുകൊണ്ടല്ല, അള്ളാഹിൻ്റെ കഴിവുകൊണ്ടാണ് പോകുന്നത് എന്നാണ് അതിൽ ആ പോകുന്ന സമയത്ത് നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫലമ്മ സജത്ത അല സബഅത്തിൽ ആദമിൻ, നിങ്ങൾ 7 അവയവങ്ങൾ കൊണ്ട് സുജൂദ് ചെയ്താൽ, അപ്പോൾ നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 7 അവയവങ്ങളും സുജൂദിലാവുന്നുണ്ട്. കാലുകളും കൈകളും മറ്റ് പിന്നെ മുഖവും വയറും എല്ലാം നമ്മളെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 7 അവയവങ്ങളും മുഴുവൻ സുജൂദിലായി നിൽക്കുകയാണ്. അജ്ജു സൂറത്തിക്, പിന്നെ സുജൂദിലാവുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല മുഖം, ഏറ്റവും നല്ല അവയവം കൊണ്ടും കൂടിയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്താ? അത് നിങ്ങളുടെ മുഖമാണ്. വേറെ എന്ത് നമുക്ക് മോശമാക്കാം, മുഖം നമുക്ക് മോശമാകാൻ പറ്റില്ല. അതിൽ തന്നെ അൽ ജബ്ഹത്തു അഹ്സനുമാ ഇന്ദക്, അതിൽ തന്നെ നിങ്ങളുടെ നെറ്റിത്തടം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഭംഗിയുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ. അപ്പോൾ അതുവരെ നിങ്ങൾ നിലത്ത് വെക്കാണ്.
അൻഫു മൗദിഉൽ അൻഫതി വത്തകബ്ബുർ. നിങ്ങളുടെ മൂക്ക് 2 ഭാഗമാണല്ലോ നിലത്ത് കുത്തുന്നത്. ഒന്ന് മൂക്കും പിന്നെ നെറ്റിത്തടവും. മൂക്ക് നിങ്ങളുടെ അഭിമാനത്തെയും പ്രതാപത്തെയൊക്കെ കാണിക്കുന്നതാണ്. നെറ്റിത്തടം നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗമാണ്. ഈ രണ്ടും നിങ്ങളവിടെ നിലത്തേക്ക് വെക്കുകയാണ്. മറഅത്തഹു ഫി അസഫിൽ ഹൽക്കില്ലദീ ഹുവ അസ്ലുഖ് അൽ അർദ്. അത് നിങ്ങൾ എന്താ പറയുക, തടവുന്നത്, അതുമായി നിങ്ങൾ തടവുന്നത് എന്തിനായിട്ടാണ്? പിന്നെ അസ്ഫലിൽ ഹൽക്കില്ലദീ ഹുവ അസ്ലുഖ്, നിങ്ങളുടെ അസലായിട്ടുള്ള, നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും താഴ്ന്ന സൃഷ്ടിയുമായിട്ടാണ്. അതെന്താ? അർദ്, ഭൂമിയാണ്. ഭൂമിയിലേക്ക് നിങ്ങൾ അതിനെ ഇട്ട് വരതാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും നല്ല 2 ഭാഗങ്ങൾ കൊണ്ട് നിങ്ങൾ ഭൂമിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾ വരതുന്നു. അപ്പോൾ അതാണ് സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ താഴ്മ കാണിക്കാന്ന്. ഫലിദാലിക യദ്ഹറുലക്, അതിലൂടെ നിങ്ങൾക്ക് വെളിവാവും. അന്നക സാജിദുൻ തഹ്ത അർളൈനി സബ, നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് 7 ഭൂമികൾക്ക് താഴെ നിന്നുകൊണ്ടാണ്. അത്രയും താഴ്മയാണ് സുജൂദിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഈ മുഖവും നിങ്ങളുടെ നെറ്റിത്തടവും മൂക്കവും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യാന്ന് പറയുമ്പോൾ 7 ഭൂമികൾക്ക് താഴെയും നിന്നുകൊണ്ട് താഴ്മ കാണിക്കണം എന്ന് പറയുന്ന പോലെയാണ്. തവാദുവൻ, നിങ്ങൾ താഴ്മ കാണിച്ചുകൊണ്ട്. ഇശാറത്ത് മിനല്ലാഹി ഇല അന്ന കലായ കൊമലു ഷഅനുക്, ഇതിന് അള്ളാഹിൻ്റെ അടുത്ത് നിന്നൊരു ഇശാറത്തുണ്ട്, ഒരു ആത്മീയമായ സൂചന ഉണ്ട്. എന്താ? അന്നകലാ യക്മുലു ഷഅനുക്, നിങ്ങളുടെ കാര്യങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടില്ല. ഹത്താ തൽതസിക ബിഅസ്ലിക്, നിങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോയിട്ടല്ലാതെ. അത്തുറാബ്, അത് മണ്ണാണ്. മണ്ണിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയിട്ടല്ലാതെ നിങ്ങളുടെ ഒരു കാര്യവും റെഡിയാവില്ല. നിങ്ങളുടെ അടിസ്ഥാനം എവിടെയാണോ ആ അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകണം. അപ്പം ബാഹ്യമായി നോക്കുകയാണ് നമ്മുടെ അടിസ്ഥാനം മണ്ണാണ്. അപ്പോൾ നമ്മൾ സുജൂദിലൂടെ മണ്ണിലേക്ക് മടങ്ങിപ്പോവാണ്. മണ്ണിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ റെഡിയാവുക. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അടിസ്ഥാനം എന്താണ്? അത് അള്ളാഹുവാണ്. നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങിപ്പോയാലേ നമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയാവുള്ളൂ. അപ്പോൾ നമ്മളിതിലൂടെ ഒരു അള്ളാഹു ഇശാറത്ത് നൽകുകയാണ്, നമ്മളെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോകണം. ഫാനിയൻ അൻ ഹറക്കാത്തിക്ക വ കുവ്വത്തിക്ക്, നിങ്ങളുടെ ചലനങ്ങളും ശക്തികളും നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് അത് മുഴുവൻ നിങ്ങൾ ഇല്ലായ്മ ചെയ്ത് നിങ്ങൾ അടിസ്ഥാനത്തിലേക്ക് പോകണം. എത്ര ശക്തനായ ആളാണെങ്കിലും, എത്ര കഴിവുള്ള ആളാണെങ്കിലും, എത്ര സമ്പന്നനായ ആളാണെങ്കിലും, എന്തൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിലും അയാളുടെ ശരീരം മുഴുവൻ സുജൂദിലായി വീഴുന്നില്ലേ? ആ ശരീരത്തിൽ ഏറ്റവും പവിത്രമായി അദ്ദേഹം കാണുന്ന, ഏറ്റവും ബഹുമാനം കൊണ്ട് ബഹുമാനിക്കുന്ന മുഖം ആ നിലത്ത് വെച്ച് ഒരതല്ലേ? ആ മൂക്കും നെറ്റിത്തടമൊക്കെ നിലത്ത് വെച്ച് ഒരതല്ലേ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന നമ്മുടെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങണം എന്നല്ലേ? അടിസ്ഥാനം അള്ളയാണ്. അങ്ങനെ മടങ്ങിയാലേ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിപൂർണത നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അടിസ്ഥാനത്തിലേക്ക് മടങ്ങിയാലേ നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ ഉണക്കൽ, നമ്മളെ ഉണർവിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ദാമ്പത്യത്തിൽ, നമ്മളെ മക്കളിൽ, നമ്മളെ പേരക്കുട്ടികളിൽ, നമ്മളെ സാമൂഹികമായ ഇടപാടുകളിൽ, രഹസ്യമായ ഇടപാടുകളിൽ, രാത്രിയിൽ, പകൽ, എല്ലാത്തിലും അതിലൊക്കെ നമുക്ക് വിജയം നേടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അതിലൂടെയൊക്കെ നമുക്ക് നമ്മൾ നേടേണ്ടതൊക്കെ നേടാൻ സാധിക്കണമെങ്കിൽ, അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒറിജിനിലേക്ക് മടങ്ങണം, നമ്മളുടെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങണം. ആ അടിസ്ഥാനം അള്ളാഹുവാണ്. ആ അള്ളാഹു ആകുന്ന അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മടങ്ങിയാൽ നമുക്ക് നമ്മളുടെ ദിനങ്ങൾ ആസ്വദിക്കാൻ പറ്റും, രാത്രികൾ ആസ്വദിക്കാൻ പറ്റും, രഹസ്യം ആസ്വദിക്കാൻ പറ്റും, പരസ്യം ആസ്വദിക്കാൻ പറ്റും, ശരീരത്തിനെ ആസ്വദിക്കാൻ പറ്റും, മനസ്സിനെ ആസ്വദിക്കാൻ പറ്റും, ദാമ്പത്യത്തിനെയും മക്കളെയും ഒക്കെ ആസ്വദിക്കാൻ പറ്റും, കുടുംബത്തിനെയും സമൂഹത്തിനെയും ആസ്വദിക്കാൻ പറ്റും, രാഷ്ട്രീയത്തിനെയും എല്ലാത്തിനും നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് നമ്മൾ സുജൂദിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന ഇശാറത്ത്. വഹുവ അഖ്റബു മാ യകൂനുൽ അബ്ദു മിനല്ലാഹ്,
അടിമ അള്ളാഹുവിലേക്ക് അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൻ്റെ ഏറ്റവും അടുത്ത സ്ഥലം എന്ന് പറയുന്നത് സുജൂദാണ്. സുജൂദിലാണ് അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ വയതിലൊക്കെ കേൾക്കലുണ്ട്. പലപ്പോഴും ഈ സാധനം പറയുമ്പോൾ മഹാന്മാർ പറയും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലം സുജൂദാണ് കേട്ടോ. അപ്പോൾ അതേ അവർ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വയത് പറയുന്നവരും നമ്മളൊക്കെ അതിനെ കൂട്ടിച്ചേർക്കും. എന്ത് പറഞ്ഞാൽ അടുത്ത സ്ഥലം അവിടെയാണല്ലോ, അവിടെയാണ് നമ്മളെല്ലാ കാര്യം ചോദിക്കേണ്ടത് അള്ളാഹിനോട്. നമ്മളെന്ത് മനസ്സിലാക്കണം, അള്ളാഹിനോട് അടുപ്പം തന്നെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അവിടെ പോയിട്ട് എന്തും ചോദിക്കുക, പിടിച്ച് വാങ്ങി പോരുക. അവരെല്ലാം അവിടെ പോയി ചോദിക്കണം, അവിടെ നിന്നെല്ലാം വാങ്ങിയെടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ സുജൂദ് ഇങ്ങനത്തെ അരകിപ്പിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കണം നമ്മൾ പറയാം. അള്ളാഹിനോട് ഏറ്റവും അടുപ്പുണ്ടായാൽ എങ്ങനെയാണ്, ആ അടുപ്പത്തിലെങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്ന് അവരിൽ ലയിച്ചു പോവല്ലേ ചെയ്യുക. അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയാണോ? അതാണോ അതിൻ്റെ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അതിന് കിട്ടുന്നത്? അള്ളാഹുവിനോട് അടുക്കുന്ന ആ സന്ദർഭം, ആ അടുപ്പത്തിന് ചിലവഴിക്കുക. ഹൽ ജസാ അൽ എഹ്സാൻ ഇല്ലൽ എഹ്സാൻ. എഹ്സാനിന്, ആ അടുപ്പത്തിന്, ആ സ്നേഹത്തിന് അതിന് പകരമായ ആ അടുപ്പവും സ്നേഹം ഇല്ലാതെ വേറെ എന്തെങ്കിലുണ്ടോ? അതിൻ്റെ കൂടെ നമ്മൾ വേറൊന്ന് ചോദിക്കാൻ അതിനേക്കാൾ വലിയ പിന്നെ അകൽച്ച വേറെ എന്താ ഉള്ളത്? ആ അടുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത്, നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരാളോട് നമ്മളടുത്ത്, ഇപ്പോൾ നമ്മളൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടുത്ത് ഇൻറ്റിമേറ്റായി കൂടുതൽ അടുത്ത് നിന്നിട്ട് പിന്നെ ആ അടുത്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ പെണ്ണുങ്ങൾ ചോദിക്കുക എനിക്കൊരു ചുരിദാർ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നാളെ എന്താ ചോറിന് കൂട്ടാൻ വെക്കാൻ ചോദിച്ചാലോ അങ്ങനെ ഉണ്ടാവും. അത് ആ സ്ഥലത്ത് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് അല്ലെങ്കിൽ എനിക്ക് ഒരു 10 റുപ്യ വേണ്ടീനും അല്ലെങ്കിൽ 1000 റുപ്യ കിട്ടീനും നന്നായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് അപ്പം തന്നെ ആ സ്നേഹത്തിൻ്റെ കണക്ഷൻ മുറിഞ്ഞു പോയില്ലേ? അപ്പോൾ ഇതിനായിരുന്നോ നീ ഇത്രയും എന്നോട് സംസാരിച്ച് അടുത്തിരുന്നതെന്നല്ല ചോദിക്കുക. നീ എന്നോട് അടുപ്പം കാണിച്ചതും നല്ലോണം മുണ്ടിയതും എന്നോട് സ്നേഹത്തോടെ പെരുമാറിയൊക്കെ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? 1000 റുപ്യ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല എൻ്റെ ഈ പണികളൊക്കെ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ അവിടെ ആ ഒരൊറ്റ ചോദ്യത്തോടു കൂടി എന്തായി, അത്രയും നേരത്തെ അടുപ്പത്തിന് ഒരു മൂല്യമില്ലാണ്ടായി. അപ്പോൾ നമ്മൾ സാധാരണ ഈ അടുപ്പെന്ന് മനസ്സിലാക്കുമ്പോഴത്തേന് അടുപ്പത്തിന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാമെന്ന് മനസ്സിലാക്കരുത്. നമുക്ക് അതാണ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ഏറ്റവും സന്ദർഭം അതാണ്. വഖദ് വസലത ഫീ ഹാലി സുജൂദിക് ഇലാ ആയത്ത് ഷറഫി വഹുവ അല്ലാഹ്. ആ സുജൂദിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങളുടെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വത്തിലേക്കാണ്. എന്താ വഹുവ അല്ലാഹ്? അത് നിങ്ങളുടെ തന്നെ കഴിവുകേടും പിന്നെ അതുപോലെ തന്നെ ബലഹീനതയാണ് കാണിക്കുന്നത്. യജമാനൻ്റെ മുമ്പിൽ ഒരടിമ ഏറ്റവും അടുക്കുന്നത് എപ്പോഴാണ്? എനിക്കൊരുപാട് കഴിവുണ്ട്, പവറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലല്ലോ. എനിക്കൊരു കഴിവുമില്ല, എനിക്കൊന്നിനും പറ്റൂല, ഒന്നിനും എനിക്ക് സാധിക്കൂല, യജമാനനെ നീ മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന് പറയുമ്പോഴല്ലേ. അപ്പോൾ അടിമ അവൻ്റെ താഴ്മയുടെ അങ്ങേയറ്റം പ്രകടിപ്പിക്കുകയാണ്. ഒരു കഴിവും അവനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ എല്ലാ ബലഹീനതയും അവൻ പ്രകടിപ്പിക്കുകയാണ്. നന്മ ചെയ്യാനും എനിക്ക് കഴിവില്ല, തിന്മ ചെയ്യാനും എനിക്ക് കഴിവില്ല, ഞാൻ കാണുന്നില്ല, കേൾക്കുന്നില്ല, അനുഭവിക്കുന്നില്ല, ഒന്നും നേടുന്നില്ല, നേടാതിരിക്കുന്നില്ല, ഉണ്ടാക്കുന്നില്ല, നശിപ്പിക്കുന്നില്ല, ഒന്നുമില്ല, എനിക്കൊന്നിനും കഴിവില്ല റബ്ബേ. ഞാൻ നിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൻ്റെ കഴിവിൽ മാത്രം അറിഞ്ഞും അനുഭവിച്ചാണ് കിടക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയിലാണ് ഒരടിമ ഏറ്റവും വലുതാവുന്നത്. അതാണ് അടിമയുടെ ഏറ്റവും വലിയ ഷറഫ്, അടിമയുടെ ഏറ്റവും വലിയ മഹത്വവും ആ ഒരു അവസ്ഥയാണ്. അതെന്താ? വഹുവൽ ഹദ്റത്തു ഖാബ ഖൗസൈൻ. അത് ഖാബ ഖൗസൈനിൻ്റെ മർത്തബയാണത്. ഖാബ ഖൗസൈൻ ഒരു അമ്പും വില്ലിൻ്റെ ഇടയിലുള്ള ദൂരം എന്ന് പറഞ്ഞല്ലോ, ആ ഒരു മർത്തബയാണത്. ആ ഹദ്റത്താണ് ആ സുജൂദിൻ്റെ ഹദ്റത്ത്. നമ്മൾ കാണിച്ചേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ഹദ്റത്ത് പോവാണ്, ഖാബ ഖൗസൈനിൻ്റെ അടുത്തിട്ട്. എന്നിട്ട് അള്ളാഹിനോട് പറയാണ്, അള്ളാഹുവേ
പിന്നെ എൻ്റെ മോളെ കെട്ടിക്കാൻ സ്വർണ്ണമൊന്നുമില്ല, ജോലിയൊന്നും റെഡി ആയിട്ടില്ല, മക്കളെ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വീട് പണി തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടില്ല. ഇതൊക്കെയാണ് അള്ളാഹിൻ്റെ കാബ കൗസേനിയിൽ പറയുന്ന വാക്കുകൾ എന്ന് ആലോചിച്ച് നോക്കി. അത് അതിനേക്കാളും വലിയ മറ എന്താ ഉള്ളത്? അപ്പോൾ ആ സുജൂദിൻ്റെ മർത്തബ എന്ന് പറയുന്ന കാബ കൗസേനിയാണ് ഏറ്റവും അടുത്ത മർത്തബ. ഒരു അടിമക്ക് ഉടമയോടെടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മക്കാം അതാണ് സുജൂദിൻ്റെ മക്കാം. വസ്തമിഅ റഅദ കലാമില്ല, അവിടെ നിങ്ങൾ അള്ളാഹിൻ്റെ കലാമാണ് കേൾക്കേണ്ടത്. അവിടെ നിങ്ങളൊന്നും പറയല്ല വേണ്ട, അള്ളാഹിൻ്റെ കലാം കേൾക്കണം. ഫി അജ്സാഇക മുനാദിയൻ അലൈക്ക്, നിങ്ങളെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ കലാമുകളിലേക്ക് നിങ്ങൾ കേൾക്കണം. എങ്ങനത്തെ തറാഹബി വല്യം ദിദാദി വലിയ അജാസി, അവൻ്റെ മദതിൻ്റെയും അവൻ്റെ സന്തോഷത്തിൻ്റെയും ആ സമയത്ത്, ആ കാബ കൗസൈനിൻ്റെ സമയത്ത് നമ്മൾ അടിമ ഉടമയിലേക്ക് ഇങ്ങനെ ലയിച്ചു ചേരുന്ന സമയത്ത് ആ ഉടമ ഇങ്ങനെ പറയുന്ന അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹായത്തിൻ്റെയും ഒക്കെ വാക്കുകളുണ്ടാവും. ആ വാക്കുകൾ ഇങ്ങനെ കേൾക്കുകയാണ് വേണ്ടത്. ആ കേൾവിയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്, അല്ലാതെ നമ്മൾ അങ്ങോട്ട് പറയലല്ല. എന്നിട്ട് വസ്തക്കമിൽ മഹാഫാത്തലക്ക്, എന്നിട്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനൊക്കെ നിങ്ങളപ്പം പൂർത്തീകരിക്കണം. ഫി ഹറക്കാത്തിക്, നിങ്ങളുടെ ഹറക്കത്തുകളിൽ നിന്ന്, നിങ്ങളുടെ ചലനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ പൂർത്തീകരിക്കണം. വക്കുൽ, എന്നിട്ട് പറയണം സുബ്ഹാന റബ്ബി അൽ ആല, സുബ്ഹാന റബ്ബി അൽ ആല. മാലിക്കുകളിലാണ് സുബ്ഹാന റബ്ബി അൽ ആല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അബിഹംദി എന്നുണ്ടാവില്ല. നമ്മളിലും അബിഹംദിയും കൂടി ഉണ്ടാവും. അതായത് നേരത്തെ പറഞ്ഞ നമ്മളിതൊക്കെ ഓർക്കൊക്കെ ഷോർട്ടാണ്. സുബ്ഹാന റബ്ബി അൽ ആല എന്ന് പറയണം. വക്കുൽ അക്കല്ലുഹു സലാസ്, ഏറ്റവും ചുരുങ്ങിയത് 3 എണ്ണമാണ്. വശുരിഅ ഉലുവു ഫീ, അവിടെ ശരീഅത്ത് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞത് തൻബീഹൻ മിൻഹു, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അന്നക ഫീ ആയത്ത് ദില്ലത്തി, നിങ്ങൾ അങ്ങേയറ്റത്തെ താഴ്മയിലാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണത്. അവൻ ഏറ്റവും വലിയവനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും താഴ്ന്നവനാണെന്നല്ല അതിൻ്റെ അർത്ഥം. വലം യകുൻ ഉലുവ ദാത്തി ഇല്ലല്ലാഹ്, ദാത്തിയായി സത്തപരമായി അടിസ്ഥാനപരമായി വലിയവൻ അവൻ മാത്രമാണ്, അവനല്ലാത്ത ആർക്കും വലുപ്പല്ല. വൈറുഹു ദലീലുൻ, മറ്റുള്ളതൊക്കെ താഴ്ന്നതാണ്. വലൂഖാനമാഖാൻ, അതെന്തെന്നാണെങ്കിൽ ശരി. ബി കബലത്തുൽ മുൽക്ക്, ഈ അധികാരത്തിൻ്റെ പരിധിയിൽ അള്ളാഹു ആർക്കൊക്കെ എന്തൊക്കെ അധികാരം നൽകിയിട്ടുണ്ടോ, എന്തൊക്കെയാണെങ്കിലും ആ അധികാരം അവർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവരൊക്കെ താഴ്ന്നവർ തന്നെയാണ്. വലൂലം യുവഫിക്കല്ലാ യുക്കവ്വിക്ക അല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് കഴിവ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ വിവസാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നിങ്ങൾക്ക് കഴിവ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ലറജഅക ഇലാ അസ്ലിക്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അവിടുത്തെ മധ്യസ്ഥതയുടെ ആ സുജൂദിൽ നിങ്ങൾക്ക് അള്ളാഹു കഴിവ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ലറജഅത ഇലാ അസ്ലിക്, നിങ്ങൾ ഉറപ്പായിട്ട് മടങ്ങിപ്പോകുമായിരുന്നു നിങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക്. അൽമാ, അത് നിങ്ങളെ ജലമാകുന്ന അടിസ്ഥാനത്തിലേക്ക് വെള്ളമായി പോവുമായിരുന്നു നിങ്ങൾ ആ സമയത്ത്. റസൂലുള്ളാഹിയുടെ മധ്യസ്ഥത ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ സമയത്ത് വെള്ളമായി പോകാത്തത്. ആ ഒരു സന്ദർഭത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു മാത്രമേ വലിയവനായിട്ടുള്ളൂ. നമ്മളൊക്കെ താഴ്ന്നവനാണെന്ന് പറയുമ്പോൾ താഴ്ന്നതിൻ്റെ അങ്ങേയറ്റത്തെ താഴ്മയാണല്ലോ വെള്ളം. അതുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് നമ്മൾ മണ്ണിൽ നിന്നാണ് പടയ്ക്കപ്പെടുകയെന്ന് പറയുമ്പോൾ മണ്ണും താഴ്ന്നതാണ്. അതുപോലെ തന്നെ പുരുഷ ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ പടക്കപ്പെട്ടത്, അതും വെള്ളമാണ്, അതും താഴ്ന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് താഴ്ന്ന 2 വസ്തുക്കളാണ്. അപ്പോൾ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു റബ്ബിയൽ അഅല എന്ന് പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധ്യസ്ഥത ഇല്ലായിരുന്നെങ്കിൽ
ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ വെള്ളമായി പോകുമായിരുന്നു. അതിനുള്ളതുകൊണ്ട് മാത്രമാണ് അവനെ അവിടെ കിടക്കാൻ പറ്റുന്നത് സുജൂദിൽ. അപ്പോൾ സുജൂദ് മഹല്ലുൻ തജൂലു ഫീഹിൽ അത്ലാലു വറുസൂം. സുജൂദ് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് അടയാളങ്ങളും രൂപങ്ങളും ഒക്കെ ഇല്ലാണ്ടായിപ്പോവും. വതബീദു ഫീഹി ജുയൂഷുൽ ഇഹ്സാൻ. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ സൈന്യങ്ങളൊക്കെ നാമാവശേഷമായി പോകും. അവിടെ ഇന്ദ്രിയങ്ങളൊന്നും വർക്കാവില്ല. ചിലപ്പോൾ നമ്മൾ സുജൂദിനെ നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ ഓപ്പൺ ആവുന്നത് സുജൂദിലായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ഇതിൽ യഥാർത്ഥ നിസ്കാരത്തിൽ നിന്നൊക്കെ അകന്നിട്ടാണെന്ന് നമ്മൾ മനസ്സിലാവും. ഒരു കുത്തുബിൻ്റെ നിസ്കാരവും ആരിഫിൻ്റെ നിസ്കാരവും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. നമ്മളെ ഇന്ദ്രിയങ്ങൾ ഓപ്പൺ ആവുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ആ ഒരു സമയത്താണ്. യഥാർത്ഥത്തിലൊരു ആരിഫിൻ്റെ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിൽ അവൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ നശിച്ചു പോവും. അവൻ്റെ രൂപവും അടയാളങ്ങളൊക്കെ ഇല്ലാണ്ടായി പോവും. അവർക്ക് ആ ഒരു രൂപത്തിൻ്റെ അടയാളത്തിൻ്റെയൊക്കെ ഒരു കണിക അവരിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു സുജൂദിലായിട്ട് ഇങ്ങനെ രൂപം കൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ലിഅന്ന കഫീ ഹിജ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മടിത്തട്ടിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അള്ളാൻ്റെ ആരിഫിനെ സമയത്തോളം സുജൂദിൽ അവൻ ഇല്ലാണ്ടായി പോകുമായിരുന്നു. റസൂലുള്ളാഹിയുടെ മടിത്തട്ടിലായിക്കൊണ്ടാണ് അവൻ സുജൂദ് ചെയ്യുന്നത് എന്ന കാരണം കൊണ്ട് മാത്രമാണ് അവന് അവിടെ കിടക്കാൻ പറ്റുന്നത്, ആ രൂപത്തിൽ നിലനിൽക്കാൻ പറ്റുന്നതെന്ന്. ഫി ഹദ്റത്തി ഖാബ കൗസൈനി എന്ന പിന്നെ ഏറ്റവും അടുത്ത അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ഒരവസ്ഥയിൽ സുജൂദിലായി അവൻ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിത്തട്ടിലാണ് അവൻ ഇരിക്കുന്നത് എന്ന കാരണം കൊണ്ടാണ് അവന് അതിൽ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ഇന്ദ്രിയ ശേഷി പോകുമായിരുന്നു. രൂപങ്ങളും അടയാളങ്ങളും ഒക്കെ ആ സമയത്ത് ഇല്ലാതായി പോകുമായിരുന്നു. ഫലവൂലം യൂനിക് അല്ലാഹു വയർഹമുഖ്. ആ സമയത്ത് അള്ളാഹു സഹായം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, വയർഹമുഖ്, അതുപോലെ അവൻ്റെ കാരുണ്യം അവനിലേക്ക് ചൊരിയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, ബിതർഫി ഹിജാബിൽ ഹവാത്തിർ, അതായത് രൂപങ്ങളുടെ ചിന്തകളുടെയും ഒക്കെ മറകൾ ഇട്ട് കൊടുത്തിട്ട്, ചെറുതായിട്ട് രൂപങ്ങളുടെയും ചിന്തകളുടെയൊക്കെ മറകൾ ഇട്ട് കൊടുത്തിട്ട് അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, അതുപോലെ ഖുവ്വത്തുൽ ബശരിയ, ശാരീരികമായ ശക്തിയുടെ കുവ്വത്തിൻ്റെ മറ അവർക്ക് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ലഹ ദഹബ് തബിക്കുല്ലിയ, പൂർണ്ണമായി അവരില്ലാണ്ടായി പോകുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ മധ്യവർത്തിയാകുന്ന ഖുത്ബാനിയത്തിൻ്റെ രഹസ്യമാകുന്ന ആ ഒരു ശാരീരിക പ്രകൃതവും ചെറിയ ചിന്തകളും ഒക്കെ ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഉണ്ടായതുകൊണ്ടാണ് അവന് സുജൂദിലായി നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവൻ ആ സമയത്ത് പൂർണ്ണമായി നശിച്ചു പോകുമായിരുന്നു. അള്ളാഹുവിൻ്റെ ഹക്കിൻ്റെ ദാത്തിൻ്റെ പ്രകാശത്തിലായി നേരിട്ട് പോകാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ആ നേരിട്ട് പോകുന്നതോട് കൂടി അവൻ ഇല്ലാണ്ടായി പോകും. അവൻ ആ മധ്യവർത്തി, അതിൻ്റെ ഇടയിൽ ട്രാൻസ്ഫോമർ ഉള്ളതുകൊണ്ടാണ് അവൻ നിലനിൽക്കുന്നത്. ട്രാൻസ്ഫോമർ നമ്മളെപ്പോഴും തേടണം, നേരിട്ട് പോകാൻ തേടരുത്. നമ്മളൊക്കെ പറയും, എനിക്ക് അള്ളാഹനെ നേരിട്ട് ഇങ്ങോട്ട് കാണണം, വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ നേരിട്ടുള്ള കാഴ്ചയാണ് എനിക്ക് ഭയങ്കര വേണ്ടത്. അള്ളാഹനെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അതിലിങ്ങനെ നിൽക്കണം. യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ ദാത്തിൻ്റെ തജല്ലിയാണ് നമ്മൾ നേരിട്ട് കാണാൻ ഉദ്ദേശിക്കണമെങ്കിലുണ്ടല്ലോ, ഒരു ആരിഫിൻ്റെ ഭാഷയിൽ ഞാൻ പറയണേ കേട്ടോ, നേരിട്ട് കാണാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ സമയത്ത് അടിച്ചു പോകും. കാരണം നമുക്കത് താങ്ങാൻ കഴിയില്ല. നമ്മൾ പൂർണ്ണമായും നാം ഇല്ലാണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ അത് കാണാൻ കഴിയും. അപ്പോൾ ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ തേടുന്നത് ഒരു ട്രാൻസ്ഫോമറാണ്. ഇതിനൊക്കെ നമുക്ക് പാകപ്പെട്ട രൂപത്തിൽ തരുന്ന ഒരു ഏറ്റവും വലിയ ട്രാൻസ്ഫോമർ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്കത് വരുള്ളൂ. നമുക്ക് പാകമാകുന്ന ഒരു പവറിൽ നമ്മളിലേക്ക് എത്തുള്ളൂ. എന്നിട്ട് ആ പവറിനെയാണ് നമ്മൾ കാണുന്നത്. ആ പവറിലൂടെ വെളിവാകുന്ന ലൈറ്റിനെ നമ്മൾ കാണും, ഫാനിനെ നമ്മൾ കാണും, ടി വിനെ നമ്മൾ കാണും, റേഡിയോ നമ്മൾ കാണും, മൊബൈലിനെ നമ്മൾ കാണും. അതിൽ കണക്റ്റായതും കണക്റ്റ് ചെയ്യാത്തതും കണക്റ്റായിട്ട് പിന്നെ മാറ്റി വെക്കുന്നതും ഒക്കെ നമ്മൾ കാണും. നമ്മൾ കാണുന്നത് അത് ആ ഒരു ട്രാൻസ്ഫോമർ വഴി, ഏറ്റവും വലിയ ട്രാൻസ്ഫോമറായ ഏറ്റവും വലിയ ഹിജാബുല്ലാദമായ ഒന്നിൽ നിന്ന് വെളിവായതിനെ ആണ് നമ്മൾ കാണുന്നത്. അല്ലാതെ നേരിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല. ഈ സാധനങ്ങളൊന്നും വെളിവാവില്ല.
വെളിവാകുന്ന തന്നെ സാധനം തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഈ അള്ളാഹു വെളിവാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവാത്തവർ അള്ളാഹിനെ കാണണമെന്ന് വിചാരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ലൈറ്റ് വെളിവായാൽ, അവൻ്റെ മുമ്പിൽ ഫാന് വെളിവായാൽ, അവൻ്റെ മുമ്പിൽ മൊബൈൽ ഓണായാൽ അവന് എന്താവും? അതിലൂടെ കണ്ടു, അനുഭവിച്ചു, കറണ്ട് വന്നു, കറണ്ട് അനുഭവിച്ചു എന്നൊക്കെ പറയൂലേ, അതേപോലെയാണത്. പക്ഷേ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അവന് മനസ്സിലാവും അവൻ അനുഭവിച്ചതും നേരിട്ടല്ല, അവൻ അനുഭവിച്ചതും ഒരു മറൻ്റെ പിന്നിലായിക്കൊണ്ടാണ് അനുഭവിച്ചതെന്ന് അവന് മനസ്സിലാവും. യാത്ര ചെയ്യുന്നവൻ ആദ്യം അതിനെ തന്നെയാണ് തേടുന്നത്. പക്ഷെ തേടിക്കഴിഞ്ഞാൽ പിന്നീട് കുറേ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവുക തേടിയതും വേറൊരാൾ വഴിയാണ് കിട്ടിയതെന്ന്. അതുകൊണ്ട് ഈ കാബ കൗസിനി എന്നുള്ള മക്കാമിൽ അവിടെ നമുക്ക് ശാരീരികമായ അവസ്ഥകളിട്ട് തരുന്നതും ചിന്തകൾ, ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ചിന്തകളിട്ട് തരുന്നതും ആ ശാരീരികമായ അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റുന്നതും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ആ ഏറ്റവും വലിയ മറനെ അതിൻ്റെ മടിത്തട്ടിലായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോയിരുന്നു. ഫൈന ഖവൽ ഹൽക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഏറ്റവും ശക്തിയായ, അതായത് സൃഷ്ടികൾ വെച്ച് ഏറ്റവും ശക്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ലമ്മ വസല ഇലൈഹി, അള്ളാഹുവിലേക്ക് മടങ്ങിയപ്പോൾ ലൈലത്തുൽ ഇസ്രായിൻ്റെ അന്ന് ജാലത്ത് ഖുവാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ തങ്ങൾക്ക് ശക്തി നഷ്ടപ്പെട്ടു, പേടി വന്നു. വദഹബ അഖ്ലുഹു ബിർറുഅബ്, പേടി കൊണ്ട് റസൂലുള്ളാഹി ബുദ്ധി പോയി എന്നാണ്, ബുദ്ധി ശതം സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, പേടിക്കുന്നൊരു സന്ദർഭം ഉണ്ടായി. സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ പോകണം, ഞാൻ നിങ്ങളെ കൂടെ വരാൻ പറ്റൂല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹികളെ തനിച്ചാക്കിയപ്പോൾ റസൂലുള്ളാഹികൾക്ക് പേടി വരാൻ തുടങ്ങി. ഞാനിങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളൊരു പേടി വന്നു. ആ പടിയ വന്നപ്പോൾ ഫസമിയ നിദാ അബൂബക്കർ, അപ്പോൾ ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ശബ്ദം കേട്ടു. യാ മുഹമ്മദ് ഖിഫ് ഫൈന റബ്ബക യുസല്ലി, നിങ്ങളെന്തിനാ പേടിക്കണം, നിങ്ങൾ പോയിക്കോളിയും, നിങ്ങളവിടെ നിന്നോളിയും, ആ സാന്നിധ്യത്തിൽ നിന്നോളിയും. ഫൈന റബ്ബക യുസല്ലി, അള്ളാഹു നിങ്ങളുടെ റബ്ബുങ്ങളെ അനുഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ പേടിക്കണ്ട എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ശബ്ദത്തിൽ റസൂലുള്ളാഹി കേട്ടു. ഫസ്താനസ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹികൾക്ക് ഭയങ്കര ഒരു ആശ്വാസം വന്നു. ബിസൗത്തി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ. ഇസ്രായിൻ്റെ അന്നാട്ടോ റഹ്മത്തൻ, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള റഹ്മത്തായിരുന്നു. വകദാലിക റഹിമിക ബിബഅദിൽ ഹവാത്തിർ, ഇതുപോലെ തന്നെ അള്ളാഹിൻ്റെ ആരിഫീങ്ങൾ ഉന്നതരായ ആൾക്കാർ സുജൂദ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചില ശാരീരികമായ ദുനിയാവിൻ്റെ മറകളുടെയൊക്കെ ചിന്തകൾ വരുന്നത് അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അള്ളാഹിൻ്റെ ആളുകളെക്കുറിച്ചുള്ളതാണ് കേട്ടോ. നമ്മൾ തന്നെ വെറുതെ അങ്ങ് ചിന്തിച്ച് കൂട്ടുന്ന സുജൂദിൽ നമുക്ക് വരുന്ന ചിന്തകളും കാഴ്ചപ്പാടും ഇതൊന്നും ഈ തലത്തിൽ നമ്മൾ അളക്കണ്ട. അപ്പോൾ അള്ളാഹിൻ്റെ ആരിഫീങ്ങളിൽ അള്ളാഹുവിൽ ഇങ്ങനെ ലയിച്ച് ചേരുമ്പോൾ പേടി മാറാൻ ചിലപ്പോൾ ഇങ്ങനത്തെ ഓർമ്മകൾ അതിട്ടെടുക്കും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ മുഖം ഓർമ്മ വരും എന്നൊക്കെ പറയുന്ന സന്ദർഭം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അവർ നശിച്ചു പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇസ്രായിൻ്റെ അന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ പേടി വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ശബ്ദം കേട്ടു, എന്തിനാണ് റസൂലുള്ളാഹി പേടിക്കണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതൊരു മറയല്ലേ ആ ഒരു സാഹചര്യത്തിൽ. പക്ഷെ അള്ളാഹു റഹ്മത്തായിട്ട് റസൂലുള്ളാഹി ഇട്ടുകൊടുത്ത, കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹി ഏറ്റവും ഉറ്റ സുഹൃത്താണ്. അപ്പം നമ്മളെ ഏറ്റവും ഉറ്റ സുഹൃത്ത്, ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മളെ കൂടാൻ ഒരു പേടിപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ കൂടെ ഉണ്ടാകും, നമുക്ക് എത്ര ആശ്വാസമായിരിക്കും. അതുപോലെ ഫൈദ തനഅംത ബിലദീദിൽ ഖുർബ്, അപ്പോൾ ആ ഒരു സാമീപ്യത്തിൻ്റെ ലദ്ദത്ത്, അതിൻ്റെ ആസ്വാദനങ്ങളുമായി നിങ്ങൾ ആസ്വദിച്ചാൽ ഹദ്റത്തുൽ ഖുർബ്, അതായത് ഹദ്റത്തുൽ ഖുർബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള സാമീപ്യത്തിൻ്റെ ലദ്ദത്ത്, അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ അനുഭൂതി നിങ്ങൾ അനുഭവിച്ചാൽ വഹിയ റുജൂ ഇലൽ അസ്ൽ, അത് ആ അനുഭൂതി എന്താ? നിങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്നതാണ്. അതുല്ല എന്താണ്? അതുല്ലാണ്, തായ്മയാണ്. ഹഫഫ അലൈക മൗലാക്ക്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരം
ചെറുതാക്കി തരും. ബിറഫ മിൻഹു തർവീഹൻ ലക്ക്, നിങ്ങളതിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസമായിക്കൊണ്ട്. അപ്പോൾ നിങ്ങളെ അള്ളാഹു അവിടെ ഇങ്ങനെ സുജൂദിലായിട്ട് ഇങ്ങനെ നിലനിർത്തായിരുന്നു. പക്ഷേ ആ സുജൂദ് ഇങ്ങനെ കുറച്ച് ആസ്വദിച്ചാൽ നിങ്ങൾക്കൊരാശ്വാസമായിക്കൊണ്ട് അതിൽ നിന്ന് നിങ്ങളെ ഉയർത്തും. അതിലേക്ക് കുറേ നിന്ന് പോയാൽ നിങ്ങളവിടെ ഇല്ലാണ്ടായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളവനെ ഉയർത്തും. പിന്നെ നിങ്ങൾക്കൊരാശ്വാസമായിക്കൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സുജൂദ് ചെയ്ത് നമ്മൾ വീണ്ടും അടുത്ത റക്അത്തിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ ഈ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിനെ പറ്റി ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം. സുജൂദ് ചെയ്തപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ സുജൂദിലായി മലക്കുകൾ സുജൂദ് ചെയ്യുന്ന സന്ദർഭമുണ്ട്. ആദം നബി അലൈഹി സ്വലാമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. പിന്നെ ശൈത്താൻ മാത്രം സുജൂദ് ചെയ്തില്ല. അപ്പോൾ കുറേ സുജൂദ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് മലക്കുകൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. സുജൂദ് ഇങ്ങനെ മെല്ലെ പൊങ്ങിയപ്പോൾ കണ്ടത് ശൈത്താൻ സുജൂദ് ചെയ്യാത്തതാണ്. അതായത് അവരുടെ ഉസ്താദ് സുജൂദ് ചെയ്യാതാണ് അവർ സുജൂദ് ചെയ്തത്. എൻ്റെ ഉസ്താദിന് വരെ അള്ളാഹ് തൗഫീഖ് കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും സുജൂദിലേക്ക് പോയി. രണ്ടാമത്തെ നന്ദിയുടെ സുജൂദാണ്. ആദ്യത്തെ അള്ളാഹിൻ്റെ കൽപ്പനയും അള്ളാഹുവിലായി ലയിച്ച് നേരുന്ന സുജൂദും രണ്ടാമത്തെ നന്ദിയുടെ സുജൂദുമാണ്. അപ്പോൾ വീണ്ടും ഒരു സുജൂദിലേക്ക് പോയി. അതുകൊണ്ടാണ് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിന് അവർ ഒരുപാട് സമയം ചിലവഴിക്കൂല. കാരണം നന്ദിയുടെ സുജൂദാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചിരിക്കോ, അല്ലല്ലോ ഞാനിതിലിങ്ങനെ എൻ്റെ റബ്ബ് എനിക്ക് അനുഗ്രഹം തന്നല്ലോ റബ്ബേ എന്നാണ് വീണ്ടും സുജൂദിലേക്ക് തന്നെ പോവുക. അപ്പോൾ ഒരുപാട് അതിന് ദൈർഘിപ്പിക്കൂല അവർ. ശുരിഅ റുകൂഅ വാഹിദൻ, റുക്കൂ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ശരീഅത്തിൽ കൽപ്പിച്ചത് ഒന്നായിട്ടാണ്. സുജൂദ് നമ്മളിപ്പോൾ രണ്ടാണ്, റുക്കൂ ഒന്നായിട്ടാണ്. ഫി കുല്ലി റക്കാത്തിന്, എല്ലാ റക്കാത്തും റുക്കൂ ഉണ്ട്. തശ്വീഖൻ ലക്ക്, നമുക്കൊരു ഷൗക്ക് ഉണ്ടാക്കാനാണ്, ഒരു ഭയങ്കര കൊതി ഉണ്ടാക്കാനാണ്. അഖ്റബൽ ഖുർബ് വഹിയ സുജൂദ്, സുജൂദിലേക്കുള്ള കൊതി നമ്മൾ സുജൂദ് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റുക്കൂ എല്ലാ റക്കാത്തിലും അള്ള വെച്ചത്. എല്ലാ റക്കാത്തിലും സുജൂദ് പോയി വന്ന് വീണ്ടും നമ്മൾ റുക്കൂവിലേക്ക് പോകും. എന്തിനാണ്? ആ റുക്കൂ നമ്മളങ്ങനെ കൊതിപ്പിക്കുകയാണ്. നേരത്തെ സുജൂദിൻ്റെ ഒരു മാധുര്യം നമുക്ക് കൊതിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റുക്കൂ വന്നത് എന്ന്. തഹബീബൻ മിൻഹുലക്ക അൽ ഔദുലക്ക്, അതായത് അള്ളാഹുലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രേമഭാജനത്തിലേക്ക് നിങ്ങൾ മടങ്ങുന്നതിനെ നിങ്ങൾ കൊതിക്കാൻ വേണ്ടിയിട്ട്. ലി അന്നൽ ഹബീബ യുഹിബ്ബു തർദാദു മഹബൂബിഹി ബൈനിയദേ, കാരണം ഇഷ്ടപ്പെടുന്നവൻ അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവനിലേക്ക് മടങ്ങുന്നത്. കാമുകൻ ആ കാമുകി അവനിലേക്ക് മടങ്ങുന്നതിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സുജൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മാധുര്യമുള്ള പിന്നെ പ്രേമത്തിൻ്റെ അങ്ങേയറ്റത്ത ഒരു പ്രകടനമാണ്. ആ പ്രകടനം ഏറ്റവും താഴ്ന്ന പരിപാടിയായി ബാഹ്യമായി തോന്നുമെങ്കിലും സ്നേഹത്തിലത് ഏറ്റവും ഉന്നതമായ സാധനമാണ്. അപ്പോൾ അത് എല്ലാവരും കൊതിക്കുന്നത് അതാണ്. ആ കൊതിയിലേക്ക് നമ്മളെ കൂടുതൽ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റുക്കൂ നിയമമാക്കപ്പെട്ടതെന്ന്. അപ്പോൾ റുക്കൂ ചെയ്യുമ്പോൾ നമുക്ക് ആ കൊതി വർദ്ധിക്കും. അപ്പോൾ അതിനലക്ക തൂലി ഫി റുക്കൂ വ സുജൂദ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമ്മതം നൽകിയിട്ടുണ്ട് റുക്കൂവും സുജൂദൊക്കെ അധികരിപ്പിക്കാൻ. റുക്കൂവും സുജൂദൊക്കെ നമ്മളിങ്ങനെ ആ ഒരു പ്രേമത്തിലായി അള്ളാഹുവിനോടുള്ള ഹൃദയം തുറന്ന ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ റുക്കൂ ചെയ്യുന്നതെങ്കിൽ നമുക്കത് വീണ്ടും കൂടുതൽ അധികരിപ്പിക്കാൻ കൊതിയാവും. അപ്പോൾ എത്തിത്താൽ നമ്മൾ അധികരിപ്പിക്കില്ല, അധികം സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തം അധികരിപ്പിക്കില്ല. പക്ഷെ റുക്കുവും സുജൂദ് അധികരിപ്പിക്കാമെന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുജൂദ് അധികരിപ്പിക്കാം. അതിന് സമ്മതം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് സുജൂദും റുക്കുവൊക്കെ അധികരിപ്പിക്കാം. അതുപോലെ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിലുള്ള ഖിറാഅത്ത് നമുക്ക് അധികരിപ്പിക്കുക. കാരണം അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ ആദ്യത്തെ ആ ഫീലിംഗ് ആണല്ലോ, അതൊരു മഹബത്തിൻ്റെ ഫീലിംഗ്. അതുകൊണ്ട് അതും അധികരിപ്പിക്കാം. രണ്ടാമത്തെ റക്അത്തിൽ അതിങ്ങനെ സൂറത്ത് കുറച്ച് കൊണ്ടുവരണം. മൂന്നാമത്തെ റക്അത്തിൽ നാലാമത്തെ റക്അത്തിന് ഫാത്തിഹ മാത്രമായിട്ട് കുറച്ച് സ്പീഡിൽ ഓതണം. റുക്കൂലും സുജൂദിലും ഏത് റക്അത്തിലാണെങ്കിലും ദീർഘിപ്പിക്കാൻ ശ്രമിക്കാതെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് തോന്നുകയാണ്, നമുക്കൊരു മഹബത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ വർദ്ധിപ്പിക്കാം.
ആ ഒരു മഹബത്തിലേക്കൊണ്ട് നമ്മൾ സാധാരണ വർദ്ധിപ്പിക്കൽ നമ്മൾ എഴുതി വെച്ച നോട്ടുണ്ടാവും. ഒന്നാമത്തത് മകളെ കെട്ടിക്കണം, രണ്ടാമത്തത് ജോലി റെഡിയാവണം, മൂന്നാമത്തത് രോഗം ശിഫയാവണം, നാലാമത്തത് ഇങ്ങനെ ഈ ലിസ്റ്റ് ഉണ്ടാവും. ഈ ലിസ്റ്റ് വായിക്കാനാണ് ചിലപ്പോൾ നമ്മൾ ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. അതിനെല്ലാം മഹബത്ത് കൊണ്ട് നമ്മളിത് വർദ്ധിപ്പിക്കണം. ഇംഹാദൻ ലിൽ ഇബാദത്ത്, ഇബാദത്ത് പ്യുവറായ ശുദ്ധമായ ഇബാദത്ത് എന്നർത്ഥത്തിൽ സുജൂദും ദുഃഖമൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ഇബാദത്ത് മാത്രം, വേറെ ഒന്നുമില്ല, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അള്ളാഹിൻ്റെ ഇബാദത്ത് മാത്രം എന്നർത്ഥത്തിൽ നിങ്ങൾ ചെയ്യണം. ഫി മഖാമീന ലാ ഹല്ലക ഫീഹിമ, കാരണം അവിടെ ആ രണ്ട് സുജൂദിലും റുക്കൂലും ഇബാദത്ത് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾക്കൊരു ഓഹരിയുമില്ല, അള്ളാഹ്ക്ക് പൂർണ്ണമായ വണക്കാണ് എന്നുള്ള അവസ്ഥയിലായിരിക്കണം. ഫൈദ അഹത്ത ഹക്കക്ക്, ആ സുജൂദിലൂടെയും റുക്കൂലിലൂടെയൊക്കെ നിങ്ങൾ നേടിയെടുക്കേണ്ട നിങ്ങളുടെ ഓഹരി നിങ്ങൾ നേടിയെടുത്താൽ, മിനൽ ഹദ്റത്തിൽ ഖുർബ്, അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൻ്റെ ഹദ്റത്തിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കേണ്ടതൊക്കെ നേടിയെടുത്താൽ, റദ്ദക്ക ഫദ്ലൻ മിൻഹു ഇലാ മർത്തബത്തി ആദത്തിക്, നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങളുടെ ആദത്തായ നിങ്ങളുടെ ശീലമായ നൃത്തത്തിലേക്ക് നിങ്ങൾ മടക്കണം. അൽ ഖിയാമു റക്അത്ത് സാനിയ, രണ്ടാമത്തെ റക്അത്തിലെ ഖിയാമാണത്. ഇപ്പോൾ റുക്കൂവും സുജൂദൊക്കെ ചെയ്താൽ അതിൽ നേടേണ്ടതൊക്കെ നേടിയാൽ അതിൽ നിങ്ങൾക്ക് വാങ്ങേണ്ട പ്രണയത്തിൻ്റെ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശീലത്തിലേക്ക് തന്നെ മടങ്ങണം. ആ ശീലം എന്താ? അത് എഴുന്നേറ്റ് നിൽക്കലാണ്. മൽബിസൻ ബി തക്ബീർ, അത് ചെയ്യുമ്പോഴും നിങ്ങൾ തക്ബീർ ചൊല്ലണം. തക്ബീർ കൊണ്ട് നിങ്ങൾ അണിയണം, നിങ്ങൾ വസ്ത്രം അണിയണം. പിന്നെ സുജൂദിൽ നിന്ന് ഇലല്ലയത്ത് ഇസ്തിഖ്ലാലി ഖായിമൻ, ഇതിന് നമ്മളിങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ അത് ഇതും കൂടി വായിച്ച് പറയാം. മുസ്തഷ് ഐറാൻ ഫി അല റബ്ബിക ഫീക്ക്, ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സുജൂദിലായ അള്ളാഹു ലയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഖിയാമിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ശരിക്കും നമ്മൾ റബ്ബ് നമ്മളിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ എഴുന്നേറ്റ് നിൽപ്പിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണമെന്നർത്ഥം. അപ്പോൾ ആ ഫീലിങ്ങിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അത് ആ ഒരു അനുഭവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അല്ലാഹു അക്ബർ നമ്മൾ പറയണത്. സുജൂദ് നമ്മളിങ്ങനെ ആ പ്രണയത്തിലായി ലയിച്ചിരിക്കുമ്പോൾ നമ്മളെ കൈ പിടിച്ച് ഇങ്ങനെ ഖിയാമിലേക്ക് തന്നെ കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്നത് അള്ളയാണ് എന്നുള്ള ബോധ്യത്തിലാണ് അല്ലാഹു അക്ബർ നമ്മൾ പറയുന്നത്. വഅന്നഹു മാ ഔഖഫക ഇല്ലാ അൻ യുറവ്വിഹക ബിആദതിക്, അള്ളാഹു നിങ്ങളാ ഖിയാമ് നിങ്ങൾക്ക് തന്നത്, എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്കൊരു റാഹത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നിങ്ങളെ ശീലം അതായതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാനും, മറ്റേ നിങ്ങൾ ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ നിങ്ങളെ ശീലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാണ്. യോ ഒനീസക്ക ബി കലാമി, അതുപോലെ തന്നെ അവൻ നിങ്ങളെ എഴുന്നേറ്റ് നിർപ്പിച്ചത് അവൻ്റെ സംസാരത്തിലൂടെയുള്ള ആ സ്നേഹ സംഭാഷണം നിങ്ങൾ കേൾപ്പിക്കാനാണ്. ഇപ്പോൾ രണ്ട് ഇണകൾ തമ്മിൽ സ്നേഹിച്ച് ഒരു ഒന്നാവുന്ന അവസ്ഥയിലായി അവർ ലയിച്ചു പോയാൽ, ആ ലയനത്തിൽ മാത്രമായി അവർ ഒതുങ്ങിപ്പോയാൽ പിന്നെ അവർക്ക് വീണ്ടും നല്ലോണം സ്നേഹ സംഭാഷണങ്ങൾ നടത്താൻ കഴിയില്ല. അപ്പോൾ ആ ഒന്നിക്കലിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേർപെടുത്തണം. എന്തിനാണ് വേർപെടുത്തണത്? വീണ്ടും അവർക്ക് സ്നേഹത്തോടെ സംസാരിക്കാനാണ്. അപ്പോൾ അള്ളാഹിൻ്റെ സംസാരം വീണ്ടും നമ്മൾ കേൾക്കാൻ വേണ്ടി അള്ളാഹു വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിർത്തിച്ചു. യുസീബക ബിസവാബി ഖത്തമതി മിനൽ ഖുർആൻ, അങ്ങനെ ഖുർആൻ ഖത്തമ് തീർത്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയും. യുനഇമ ഖൽബക, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും. ബിമുലാഹദത്തി മആനി കിതാബ്, പരിശുദ്ധമായ കിതാബിൻ്റെ അർത്ഥതലങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ, അതിങ്ങനെ നോക്കുമ്പോൾ, അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ സമയത്ത് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഒരു കുളിര് വരും ഹൃദയത്തിന്. ആ കുളിര് നിങ്ങൾ അനുഭവിപ്പിക്കാൻ വേണ്ടിയും. മുലാഹദത്തി ബുഹൂർ അസ്റാറി, അതുപോലെ തന്നെ ആ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ആ ഖുർആനിലുള്ള ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ വേണ്ടിയും. വഹലാവത്തി അൽഫാദി, അതുപോലെ പരിശുദ്ധമായ ഖുർആനിൻ്റെ അൽഫാദുകളുടെ ആ വാക്കുകളുടെ മാധുര്യം നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയും. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ
ആ സ്നേഹിക്കുന്ന ആൾ പറയുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ മാത്രമല്ല നമുക്ക് മധുരമായി തോന്നുക, ആ വാക്കുകൾ തന്നെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ മധുരമായി തോന്നും. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്ക് ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ആ വാക്കുകളുടെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി. വതഹലീതിക ബിജവാഹിരി സബ അൽ മസാനി, അതുപോലെ തന്നെ സബ അൽ മസാനി ആവർത്തിക്കപ്പെടുന്ന എണ്ണം എന്ന് പറയുന്നത് എന്താ? ഫാത്തിഹയാണ്. ആ ഫാത്തിഹ കൊണ്ട് നിങ്ങളെ അലങ്കരിക്കാൻ വേണ്ടിയും. വൽ മുസ്തമിലത്ത് അലൈഹ ഉമ്മുൽ കിതാബ്, ഈ ഉമ്മുൽ കിതാബായ ഫാത്തിഹയിലടങ്ങിയിട്ടുള്ള ആവർത്തിക്കപ്പെടുന്ന ആയത്തുകൾ കൊണ്ട് നിങ്ങൾ അലങ്കരിക്കാൻ വേണ്ടിയും. വഹിയ സബുൽ സിഫാത്തു ഖലീഫത്തു റബ്ബിക്, അള്ളാഹിൻ്റെ ഖലീഫൻ്റെ സിഫത്തുകളാണ് ഈ ആയത്തുകൾ. ലിതജ്മാ സിർറു ഖിലാഫത്തി വൽ വസാത്തത്തി, അപ്പോൾ അതിലൂടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖലീഫൻ്റെയും അവനിലേക്കുള്ള മധ്യവർത്തിൻ്റെയൊക്കെ രഹസ്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി. ബൈന ഇഷ്റാഖ് ഷുമൂസുൽ ഹദ്റത്ത് സിയാദത്തിൽ മാലിക്കിയ, ആധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള അവൻ്റെ സാമീപ്യത്തിൻ്റെ പ്രകാശം നിങ്ങളിൽ വന്നു ചേരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഖുർആൻ നിങ്ങൾ സുജൂദ് ചെയ്ത് വീണ്ടും ഖിയാമിലേക്ക് നിന്ന് ആ ഖിയാമിൽ പിന്നെ എന്തിനാണ് അള്ളാഹ് വീണ്ടും ഖിയാമിലേക്ക് നിർത്തുന്നത് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഖലീഫൻ്റെ വിശേഷണങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അതിലൂടെ നിങ്ങളും ആ ഖലീഫൻ്റെ രഹസ്യങ്ങൾ നിങ്ങളിലും ഒരുമിച്ച് കൂട്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ഖലീഫ നിൽക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന മാരിഫത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ലോകത്തേക്ക് നിങ്ങളെയും കൈപ്പിടിച്ച് ഉയർത്താൻ വേണ്ടിയാണ്. വൈദാ ഫറാത്ത മിൻഹു അലാ കൈഫിയത്തിഹ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പിന്തുടർന്നാൽ, ഇത് പൂർത്തീകരിച്ചാൽ, അതായത് സുജൂദ്, റുക്കൂ, ഏത്തിദാൽ ഒക്കെ പൂർത്തീകരിച്ചു, പിന്നെയും ഖിയാമ് വന്നു, ഖിയാമൊക്കെ കഴിഞ്ഞു, അതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഫജ്ലിസ് ലിത്തശഹുദ്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കണം. അതിൽ മക്കാമി തഹയ്യിക മൗലാഖ്, അത് ഏതുപോലെയാണ് നിങ്ങളെ മൗലയെ, നിങ്ങളെ റബ്ബിനെ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത് പോലെയാണ്. വൽ മുസ്തഹദർ ഹദ്റത്തക്, എന്നിട്ട് ആ ഒരവസ്ഥയിൽ നിങ്ങൾ ഹദ്റത്ത കാബ കൗസൈൻ, ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കാബ കൗസൈനിൻ്റെ കാബ കൗസൈനി എന്ന് പറഞ്ഞാൽ അവനിൽ പൂർണ്ണമായി ലയിച്ച അവസ്ഥനെ നിങ്ങൾ ഹുദൂരിയത്തിൽ കൊണ്ടുവരണം. ശരിക്കും സുജൂദ് എന്ന് പറയുന്നത് മഹാന്മാർ പറയുന്നത് കാണാം. റുക്കൂ എന്ന് പറയുന്നത് ത്വരീഖത്തിൻ്റെ മർത്തബയാണ്, അത് കൊതിപ്പിക്കുന്ന മർത്തബയാണ്. അതേസമയം സുജൂദ് എന്ന് പറയുന്നത് ഹഖീഖത്തിൻ്റെ മർത്തബയാണ്, അവിടെ ഹക്കിനെ അനുഭവിപ്പിക്കുന്ന മർത്തബയാണ്. എന്നാൽ ഇത് രണ്ടും അള്ളാഹിൻ്റെ ഖലീഫയിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. ഇനി നമ്മുടെ അത്തഹിയാത്തിൻ്റെ മർത്തബ അത് മാരിഫത്തിൻ്റെ മർത്തബയാണ്. അതുകൊണ്ട് തന്നെ മാരിഫത്തിൽ എന്തുണ്ട്? ഹഖീഖത്തുണ്ട്. രണ്ട് ഒരുമിച്ച് കൂട്ടുന്നതാണല്ലോ. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിനെയും ഹഖീഖത്തിനെയും ഒരുമിച്ച് കൂട്ടുന്ന ഇടത്തിനെയാണ് മാരിഫത്ത് എന്ന് പറയുക. അത്തഹിയാത്തിൽ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ ഉള്ളിൽ ആ കഅബ കൗസൈനിൻ്റെ സുജൂദിൻ്റെ ഹഖീഖത്തിൽ അനുഭവിച്ച അനുഭവങ്ങളെ നമ്മൾ ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. ഫഅൻത ഫീഹ മുൻഅമിസുൻ, ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അതിലിങ്ങനെ അതിലിങ്ങനെ അയകിച്ചേർന്ന പോലെ, അതിലിങ്ങനെ മുങ്ങിത്താന്ന പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. പിന്നെ അതിൻ്റെ കൂടെ മാജിയാദത്തി ഹിജറി നബീഖ്, നിങ്ങളവിടെ അനുഭവിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിത്തട്ടിലാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നതും കൂടി. സുജൂദിൽ നിൽക്കുമ്പോൾ വിശ്വാസങ്ങൾ മടിത്തട്ട് തന്നെയാണ് നിങ്ങൾ സുജൂദിനെ അനുഭവിക്കുന്നത്, പക്ഷേ മടിത്തട്ടിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവില്ല. ഹഖീഖത്ത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഖലീഫയിലൂടെയാണ് നിങ്ങൾ ഹഖീഖത്ത് അനുഭവിക്കുന്നത്, പക്ഷേ ആ അള്ളാഹിൻ്റെ ഖലീഫയിലൂടെയാണ് ഇത് അനുഭവിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ അത്തഹിയ്യാത്തിലാവുമ്പോൾ അതും നിങ്ങളെ ഫീലിങ്ങിലേക്ക് വരും. നിങ്ങളുടെ ഉള്ളിൽ ഹഖീഖത്ത് അനുഭവപ്പെടും, അതോടൊപ്പം അതിൻ്റെ കൂടെ നിങ്ങൾ റസൂലുള്ളാഹി ശ്വാസങ്ങളെ മടിത്തട്ടിലായിക്കൊണ്ട് ശ്വാസങ്ങളെ സംരക്ഷണത്തിലായിക്കൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് വരും. മാത്രമല്ല വഖബുലത്ത് ഷെയ്ഖിൻ്റെ കൈ പിടിച്ചിട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നതും വരും. മുസ്തജിമാൻ അദബ ഹദറാത്ത് സലാസ്, അതുകൊണ്ട് തന്നെ അവിടെ
ഈ 3 ഹദ്റത്തുകളും പൂർത്തീകരിക്കപ്പെടും, ഒരുമിച്ച് കൂട്ടപ്പെടും. ഹദ്റത്തുല്ലാ, അള്ളാഹിൻ്റെ ഹദ്റത്ത്, വഹദ്റത്ത് റസൂലി, റസൂലുള്ളാഹിയുടെ ഹദ്റത്ത്, വഹദ്റത്ത് ഖലീഫത്തി ഖുത്ബുൽ മഖ്തൂം, ഖുത്ബുൽ മഖ്തൂമായ റസൂലുള്ളാഹിയുടെ ഖലീഫൻ്റെ ഹദ്റത്തും അവിടെ ഒഴിവാക്കപ്പെടും. അതൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ട് നിസ്കാരത്തിൽ. ഇപ്പോൾ നിസ്കാരത്തിൽ അള്ളാഹ് ഉണ്ട്, റസൂലുള്ളാഹികളുണ്ട്, ഷെയ്ഖും ഒക്കെ ഉണ്ട്. വാൻത മുസല്ലി ഫിഹ, നിങ്ങളവിടെ നിസ്കരിക്കുമ്പോൾ ബഅദ തസ്ബീതി ജനാനിക ബിമുസാനസതിക ബിശൈഹിക്, നിങ്ങളെ നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. ബിമുആനസതിക ബിശൈഹിക്, ഷെയ്ഖിനോടുള്ള പിന്നെ സ്നേഹത്തിൻ്റെ അടുപ്പം കൊണ്ട്. ഫി ഹിജ്ര നബീക്ക്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിലാണെന്നുള്ള ബോധ്യം കൊണ്ടും. മുഹാത്തിബൻ ഹദ്റത്ത് സയ്യിദിഖ്, എന്നിട്ട് നിങ്ങളെ യജമാനനെ അഭിവാദ്യം ചെയ്യും. ഇപ്പം നിങ്ങൾ അള്ളാഹുവിനെ അത്തഹിയാത്തിൽ അള്ളാഹുവിനോട് അഭിവാദ്യം ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഷെയ്ഖിൻ്റെയും ഒക്കെ സംരക്ഷണത്തിലും പിടുത്തത്തിലാണെന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കും. എന്നാൽ സുജൂദിൽ അള്ളാഹുവിനോട് പറയുന്നത് ആ ബോധ്യം നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും. അതായത് അതിനർത്ഥം അതില്ല എന്നല്ല, അതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത്, പക്ഷേ അത് നിങ്ങൾ കാണൂല. എന്നാൽ അത്തഹിയാത്തിൽ നിങ്ങൾ അതൊക്കെ കാണും. അപ്പോൾ എന്നിട്ട് നിങ്ങളെ റബ്ബിനോട് പറയും അത്തഹിയാതു ലില്ലാഹ്. ഇവിടെ നമ്മൾ ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും വ്യത്യസ്ത രൂപത്തിലാണ് അത്തഹിയാത്ത് ചൊല്ലുക. അപ്പോൾ മാലിക്കി മദ്ഹബിലെ രൂപത്തിനനുസരിച്ചാണ് ഇവർ വ്യാഖ്യാനം കൊടുത്തത്. അത്തഹിയാതു ലില്ലാഹി അസ്സഖിയാതു ലില്ലാഹ് അത്വയ്യിബാത്തു അസ്സലവാതു ലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു തയ്യിബാത്തില്ല അങ്ങനെയല്ല നമ്മൾ പറയാം. ആ വ്യത്യാസം ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്തഹിയാത്തുലില്ല എന്ന് പറയും. ഐ ഖമാലാത്തു കുല്ലുഹോലില്ല, എല്ലാ പരിപൂർണതകളും അള്ളാഹുവിനാണ്. അസ്സഖിയാത്തുലില്ല, ശുദ്ധീകരണമൊക്കെ അള്ളാഹാനാണ്. ഐ കുലൂബു സഖിയാത്തുലില്ല, എല്ലാ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളും അള്ളാഹുവിനുള്ളതാണ്. അത്വയ്യിബാത്തു അസ്സലവാത്തുലില്ല, അതും ഇതുപോലെ തന്നെ ബിമാഅനൽ മാ തഖദ്ദം, അതായത് ശുദ്ധിയുള്ള എല്ലാം ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. അസ്സലാം, പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഷെയ്ഖിൻ്റെയും ഒക്കെ പിടുത്തത്തിലായിക്കൊണ്ട് നമ്മൾ പറയുന്നതുകൊണ്ടാണല്ലോ അവിടെ റസൂലുള്ളാഹിയുടെ പേര് വരുന്നത്. അല്ലെങ്കിൽ പേര് വരേണ്ടതില്ലല്ലോ. നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് റസൂലുള്ളാഹിയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ടാണ്, ഷെയ്ഖിൻ്റെ കൈ പിടിച്ചുകൊണ്ടാണെന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ അസ്സലാമു അലൈക നബിയെ അയ്യുഹൻ നബിയോ, അല്ലയോ നബിയെ അങ്ങേക്ക് അസ്സലാമു അലൈക്കും നമ്മൾ സലാം പറയുന്നത്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐ അലൈക അൽ അമാന ലാഹിറൻ വബാത്തിന ഫി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലൊക്കെ സംരക്ഷണവും ബാഹ്യമവും ആന്തരികവുമായ എല്ലാ സംരക്ഷണവും അങ്ങേക്കാണെന്ന് പറയാണ്. മിൻ ഹദ്റത്ത് റബ്ബിക, അള്ളാഹിൻ്റെ റബ്ബിൻ്റെ ഹദ്റത്ത് നിന്ന്. മുഹാത്തിമൻ ബിഹി വസീലക സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുലേക്കുള്ള നിങ്ങളെ വസീലയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് സംസാരിക്കണത്. അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ. ഐ മുഹ്ബിറൻ അനില്ലാ, അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹ്ബിറൻ അനില്ലാ, അള്ളാഹുവിൽ നിന്ന് നമുക്ക് അറിയിച്ചു തരുന്ന നബി. ബി ശരീഅത്തില്ലദീ ലാ യുദ്രിക്കുഹൽ അഖൽ, എന്താണ് റസൂലുള്ളാഹി നമുക്ക് അറിയിച്ചു തന്നത്? ശരീഅത്താണ്. അല്ലദീ ലാ യുദാരിക്കുൽ അഖൽ, അവിടെ ബുദ്ധിക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നാണ് ശരീഅത്ത്. അതാണ് നമുക്ക് അറിയിച്ചത്. നമ്മൾ സാധാരണ വിചാരിക്കുക ശരീഅത്തിന് ബുദ്ധി കൊണ്ട് അളക്കാനാണ് നോക്കുക. അതുകൊണ്ടാണ് ശരീഅത്തിൻ്റെ കൽപ്പന വെച്ചിട്ട് അത് ശരിയാണോ, ഒന്നും ശരിയല്ല, അങ്ങനൊന്നും വരില്ല ശരീഅത്തിൽ, അങ്ങനെ നമ്മൾ പറയാം. അങ്ങനെയല്ല, ശരീഅത്തിനെ നമുക്കൊരിക്കലും ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ല. അപ്പോൾ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്ത ശരീഅത്തിനെ നമുക്ക് തന്ന റസൂലുള്ളാഹിങ്ങൾ. അന്നൽ അഖല ഇന്നമാ യുദ്രിക്കു ഫിൽ മുംകിനാത്ത്, ബുദ്ധിക്കാകെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാവുള്ളൂ. ശരീഅത്ത് അള്ളാഹുവിൻ്റെ നിയമമല്ലേ, അത് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ ആ ശരീഅത്തിന് കീഴ്പ്പെടുകയാണ് വേണ്ടത്. ശരീഅത്തിൽ അള്ളാഹ് അങ്ങനെ പഠിപ്പിച്ചു, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്ലാതെ നമുക്കത് ശരിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ചെയ്യുക, അങ്ങനെയല്ല. നമുക്ക് ശരിയാണെന്ന് തോന്നണമെന്നില്ല. ശരീഅത്തിൽ അള്ളാഹ് പഠിപ്പിച്ചു അങ്ങനെ തന്നെ ചെയ്യണം. നമുക്കാകെ മനസ്സിലാവുക ഈ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അന്നൽ മാലിക്കു ജല്ലവാല യഫ്അലു ഫീ മുൽക്കിഹി മാ യശാ, യജമാനനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അവൻ്റെ പ്രപഞ്ചത്തിൽ, അവൻ്റെ അധികാര മണ്ഡലത്തിൽ അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. വലാ ദഖല ലഹു ഫീ അഹ്കാമി ശരിയ, അതുകൊണ്ട് തന്നെ ശരീഅത്തിൻ്റെ വിധികൾ
അതായത് ഓരോ മനുഷ്യനുമുള്ള ശരീരത്തിൻ്റെ വിധികളുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് അനന്തരാവകാശ നിയമങ്ങൾ ഇങ്ങനെ, ആണുങ്ങൾക്ക് ഇങ്ങനെ, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ, കുട്ടികൾക്ക് ഇങ്ങനെ, എന്തുകൊണ്ട് കല്യാണത്തിൻ്റെ നിയമം ഇങ്ങനെ, എന്തുകൊണ്ടാണ് കച്ചവടത്തിൻ്റെ നിയമം അങ്ങനെ തുടങ്ങി ശരീരത്തിൻ്റെ നിയമം, നിസ്കാരത്തിൻ്റെ എങ്ങനെ നിയമമാക്കപ്പെട്ടത് എല്ലാം നമ്മളിങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാൻ നിന്നാൽ നമുക്കൊന്നും കിട്ടില്ല. ചിന്തിക്കാനല്ല നമ്മോട് പറഞ്ഞത്. അള്ളാഹ് ശരീഅത്ത് പഠിപ്പിച്ചു വിശ്വാസങ്ങളിലൂടെ, അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ചിന്ത അതിൽ കൊടുക്കരുത്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒന്നല്ല ശരീഅത്ത്, അള്ളാഹിൻ്റെ നിയമമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പയവ് പറ്റിയത് നമ്മളതൊക്കെ ചിന്തിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് നമുക്ക് തോന്നുമൊക്കെ എടുത്തു. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് തോന്നില്ല, എല്ലാം തെറ്റാൻ തോന്നും. തുടക്കത്തിൽ നമുക്ക് കുറച്ചൊക്കെ ശരിയാന്ന് തോന്നും, കുറച്ച് കഴിഞ്ഞാൽ എല്ലാം തെറ്റാൻ തോന്നും. കാരണം എന്തിനാ അതൊക്കെ ഞാൻ ചിന്തിക്കും. ലാസ്റ്റ് നിസ്കരിക്കാൻ നോമ്പൊക്കെ അതൊക്കെ ചെയ്യുക. ബാക്കിയുള്ള അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ നിസ്കരിക്കുന്നതെന്ന് തോന്നിപ്പോവില്ലേ. എന്തിനാണ് നിസ്കരിക്കുന്നത്? നിസ്കാരം തന്നെ ഒരു ശരീരത്തിൻ്റെ പണിയല്ലേ, നമ്മൾ നന്നായിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറയും. കാരണം നമ്മൾ ബുദ്ധി കൊണ്ട് നല്ലോലാണല്ലോ നിസ്കരിക്കുക. ഞാൻ നല്ല ആളല്ല, അപ്പോൾ നിസ്കരിക്കേണ്ട. എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യില്ല ലാസ്റ്റ്. ശരീരത്തെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒന്നല്ല, നമ്മോട് അള്ളാഹ് പഠിപ്പിച്ചു അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിപ്പിച്ച ആൾ വിശ്വാസങ്ങളാണ്. റഹ്മത്തുല്ലാ, അവിടെ റഹ്മത്തുല്ലാ എന്ന് പറഞ്ഞിരുന്നത് ഓഹോ ഖബൂലു ഷഫാഅത്തു ഫീ ജമീ ഉമ്മത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്യുന്ന മുഴുവൻ ഷഫാഅത്തും അള്ളാഹ് സ്വീകരിക്കുന്നുള്ളതാണ് റഹ്മത്തുല്ലാ എന്ന് പറഞ്ഞാൽ. ബർക്കാത്തുഹു എന്ന് പറഞ്ഞാൽ ഐ യജൂറു മാരിഫത്തു വഫീദത്ത് അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്ത് റബ്ബി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ബുഹൂറു മാരിഫത്തി, മാരിഫത്തിൻ്റെ സാഗരങ്ങളാണ്. വഫീദു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്ത് റബ്ബി. റബ്ബിൻ്റെ സാഗരത്തിൽ നിന്ന് വിശ്വാസങ്ങളിലേക്ക് ഒഴുകിയ മാരിഫത്തിൻ്റെ സാഗരങ്ങളാണ് ബറക്കാത്തുഹു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം എന്താ? അസ്സലാമു അലൈന. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഐ അമാനുല്ലാഹു അലൈന, നമ്മളിലും അള്ളാഹിൻ്റെ സംരക്ഷണം ഉണ്ടാവട്ടെ. മഅ്ശറൽ ആരിഫീൻ, നമ്മളാകുന്ന അള്ളാഹിൻ്റെ ആരിഫീങ്ങളും. അതുകൊണ്ട് അള്ളാഹിൻ്റെ ആരിഫീങ്ങൾക്ക് നിസ്കാരമുള്ളത് മനസ്സിലാവും ഇതിൽ. കാരണം അള്ളാഹിൻ്റെ ആരിഫീങ്ങളെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ അവിടെ അസ്സലാമു അലൈന, നമ്മളിൽ ഉണ്ടാവട്ടെ. ഐ അമാനുല്ലാഹു അലൈന, നമ്മൾ അള്ളാഹിൻ്റെ മാരിഫത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ നമ്മളടങ്ങുന്ന അള്ളാഹിൻ്റെ ആരിഫീങ്ങളിൽ സലാം ഉണ്ടാവട്ടെ. ഉദബാ ഉമാ റബ്ബിഹിം, റബ്ബിൻ്റെ ഹദ്റത്തിൽ അതവോടുകൂടി നിൽക്കുന്ന അള്ളാഹിൻ്റെ ആരിഫീങ്ങളിൽ. പിന്നെ വാല ഇബാദുല്ലാഹി സ്വാലിഹീൻ, പിന്നെ ഇബാദുല്ലാ അള്ളാഹിൻ്റെ അടിമകളായ സ്വാലിഹീങ്ങളെ മുകളിലും. ആരാ അവരൊക്കെ? അൽ മോമിനീൻ, യഥാർത്ഥത്തിലുള്ള മോമിനീങ്ങളാണ് അവർ. കുല്ലു മോമിനിൻ സ്വാലിഹ്, യഥാർത്ഥത്തിൽ എല്ലാ മോമിനും സ്വാലിഹായ ആളാണ്. അള്ളാഹിൽ വിശ്വസിച്ചോ, വിശ്വാസങ്ങൾ വിശ്വസിച്ചോ നിസ്കരിക്കുന്നുണ്ടോ, എല്ലാ മോമിനും സ്വാലിഹാണ്. ഫമാമിൻ മോമിൻ ഇല്ലാ അലൈഹി അമാനു ഫിൽ അദബ്. അതുകൊണ്ട് തന്നെ ഒരു മോമിൻ്റെ മുകളിലും അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാവില്ല. ഫലായി അതുബല്ലോ, അള്ളാഹ് ഒരിക്കലും ഒരു മോമിനോട് കോപിക്കൂല. ഒരാൾക്ക് വിശ്വാസം ഉണ്ടാവും, അയാൾ നല്ല മുസ്ലിമാണോ, അയാൾ എത്ര തന്നെ തെറ്റ് ചെയ്ത ആളാണെങ്കിലും അവനോട് അള്ളാഹു കോപിക്കൂല. ഒരു മോമിനും അള്ളാഹിൻ്റെ കോപം ഉണ്ടാവില്ല. അലില്ലാ ഹംദ്, അള്ളാഹാനാണ് സ്തുതി. അലാ വാഹിദ് മിൻ ഉമ്മത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളോട് അള്ളാഹ് കോപിക്കൂല. വൈൻ വഖ അലൈഹി അംറുല്ലാഹ്, ഇനി അള്ളാഹിൻ്റെ തീരുമാനം അവരിൽ നടപ്പിലായാൽ, അതായത് അവരൊരു തെറ്റ് ചെയ്താൽ, മുഅ്മിനീങ്ങൾപ്പെട്ട ഒരാളൊരു തെറ്റ് ചെയ്താൽ, യദ്ഖുലുന്നാർ, അള്ളാഹു അവനെ നരകത്ത് പ്രവേശിപ്പിക്കും. ശരി തന്നെയാണ്. എന്തിനാണ് നരകത്ത് പ്രവേശിപ്പിക്കുന്നത്? തശ്രീഫൻ വ തത്ഹീറൻ വ മഹബ്ബത്തൻ ലഹു, അള്ളാഹു അവനെ ബഹുമാനിച്ചിട്ടും അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും അവനെ സ്നേഹിച്ചിട്ടാണ് നരകത്ത് പ്രവേശിപ്പിക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. സുമ്മ യഖ്റുജു, എന്നിട്ട് നരകത്തും പുറത്തെടുക്കുകയും ചെയ്യും. ത്വാഹിറൻ അജീജൻ മുഖറമൻ, ശുദ്ധീകരിക്കപ്പെട്ടിട്ട് അഭിമാനത്തോടു കൂടിയും ഏറ്റവും വലിയ ബഹുമതിയോടുകൂടിയും പുറത്തെടുക്കും. മറലിയൻ റാലിയൻ കാമിലൻ, അള്ളാഹിനെ അങ്ങോട്ട് തൃപ്തിപ്പെട്ടിട്ടും അങ്ങോട്ട് തൃപ്തിപ്പെട്ടും പരിപൂർണനായിക്കൊണ്ടായിരിക്കും നരകത്തിൽ നിന്ന് പുറത്തെടുക്കുക. ഇപ്പോൾ ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു നല്ലൊരു മുസ്ലിം, നല്ലൊരു തിജാനി, അവനൊരു തെറ്റ് ചെയ്തു എന്ന് കരുതാം. അവനെ ദുനിയാവിൽ അള്ളാഹു നല്ലോണം പരീക്ഷിക്കും. സാധാരണ ആൾക്കാരെ പരീക്ഷിക്കുന്ന പോലെയല്ല, നല്ലോണം പരീക്ഷിക്കും. എന്തിനങ്ങനെ പരീക്ഷിക്കുന്നത്? അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അവനെ ബഹുമാനിച്ചുകൊണ്ടാണ് പരീക്ഷിക്കുന്നത്, അല്ലാതെ വേറൊന്നിനെയല്ല. ബാക്കിയുള്ളവർക്ക് ആ പരീക്ഷണം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അവർ ബഹുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ ബഹുമാനിച്ചുകൊണ്ട് പരീക്ഷിക്കും.
ശുദ്ധീകരിക്കും. ഒരിക്കലും ആ ശുദ്ധീകരണത്തിലൂടെ നമുക്കൊരിക്കലും പുറത്തെടുക്കാൻ കഴിയില്ല. ഒരു നല്ലൊരു തിജാനിയാണെങ്കിൽ അവൻ ദിക്റൊക്കെ കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ അവൻ അടി കിട്ടി ശരിയാവുക തന്നെ ചെയ്യും. അതിനകത്ത് ഓപ്ഷനില്ല. അവൻ ആ പിടിക്കുന്നിടത്തോളം കാലം അവൻ. അതുകൊണ്ടാണ് മശായിഖന്മാർ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ശൈഖൻ്റെ കൈ വിടരുത്, ദിക്ർ ഒഴിവാക്കരുത്, ഒരിക്കലും നിസ്കാരം ഒഴിവാക്കരുത്. കാരണം എത്രത്തോളം തെറ്റ് ചെയ്താലും നിസ്കരിക്കുന്നുണ്ടോ, ഔറാദുകൾ ചൊല്ലുന്നുണ്ടോ, അള്ളാൻ്റെ സംരക്ഷണത്തിൽ അവന് എങ്ങനെയെങ്കിലും അള്ളാഹ് അടിച്ചിട്ടാണെങ്കിലും ഒതുക്കിയിട്ടാണെങ്കിലും അവൻ റെഡിയാക്കിയിരിക്കും, ഉറപ്പാണ്. പക്ഷേ നമ്മൾ ആ പിടുത്തം വിട്ടാൽ, നമ്മൾ ആദ്യം ചെയ്യാൻ പിടുത്തം വിടല്ല, ദിക്ർ ഒഴിവാക്കും, നിസ്കാരം ഒഴിവാക്കും. ഞാൻ കുറച്ച് തെറ്റുകാരനല്ല, ഞാൻ എന്തിനാ നിസ്കരിച്ചിട്ട് എന്ന് ചോദിച്ചാൽ നിസ്കാരം ഒഴിവാക്കും. ഞാൻ വലിയ തെറ്റുകാരനല്ല, ഞാൻ ഇനി എന്തിനാ ഔറാദൊക്കെ ചൊല്ലിയിട്ട് ഔറാദ് ഒഴിവാക്കും. അതോടുകൂടി ആ സംരക്ഷണത്തിന് വലയത്തിൽ നിന്ന് പുറത്തു പോയി, പിന്നെ നമ്മൾ നന്നാവില്ല. അതേസമയം ഈ പിടുത്തത്തിലാണോ എത്ര വലിയ തെറ്റുകാരാണെങ്കിലും അള്ളാഹ് നമ്മളെ അടിച്ച് ഒതുക്കി റെഡിയാക്കും. ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും കീഴിലായി കൊണ്ടൊരു വീട്ടിലൊരു മകൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കീഴിലായിട്ടാണോ നിൽക്കുന്നത്? അവർ പറഞ്ഞ് കേൾക്കുന്ന അവസ്ഥയിലാണോ? അവർ ഇത്ര തെറ്റ് ചെയ്താലും അവർ അടിച്ചിട്ടാണെങ്കിലും ഒതുക്കിയിട്ടാണെങ്കിലും ശിക്ഷണം നൽകിയിട്ടാണെങ്കിലും അവർ നന്നാക്കിയെടുക്കും. അതേസമയം ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി പുറത്തു പോയാലോ ഓടിപ്പോയാലോ പിന്നെ അവർക്ക് ശിക്ഷിക്കാൻ പറ്റില്ല, ശിക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ സംരക്ഷണത്തിലല്ലല്ലോ. അതേപോലെയാണത്. അപ്പോൾ അവരെ നരകത്തിലും അതേ അവസ്ഥയാണ്. നരകത്തിലിടുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഈ അവസ്ഥ സംഭവിക്കുന്നത് പോലെ അവർക്ക് നാളെ പരലോകത്തിൽ അവരെ തെറ്റുകൾ കൊണ്ട് മറകൾ കൊണ്ട് ശിക്ഷിക്കപ്പെടും. നമുക്കറിയാത്ത രൂപത്തിൽ അള്ളാഹു പോലെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്. പക്ഷെ അത് അവരെ ബഹുമാനിച്ചുകൊണ്ടാണ്, ആദരിച്ചുകൊണ്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, വെറുപ്പുകൊണ്ടല്ല. ഒരിക്കലും ഒരു മുഅ്മിനെയും അള്ളാഹു വെറുക്കൂല. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ നമ്മൾ പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അജിസിമു ഇഅ്തിറാഫൻ, അത് നമ്മൾ ഉറപ്പിച്ചും സമ്മതിച്ചും പറയാണ്. അൻ ലാ മഅബൂദ ബിൽ ഹഖ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ വേറെ ആരും അർഹനല്ല. വാല ഹഖീഖത്തി, യാഥാർത്ഥ്യത്തിൽ ഇല്ലല്ലാഹു വഹ്ദഹു മുൻഫരിദൻ, അവന് മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. ലാ മിൻ ജിനസ്, ഒരു വർഗ്ഗത്തിലും അവന് പങ്കുകാരനില്ല. ശരീക്കൻ ലഹു ഫി ഫേലി, അവൻ്റെ പ്രവർത്തനത്തിൽ അവനൊരു പങ്കുകാരനുമില്ല. വഹുവ മുഹർരിക്കുൻ വ മുസക്കിനുൻ, അവനാണ് എല്ലാ അടക്കങ്ങൾക്കും അനക്കങ്ങൾക്കും അവനാണ് കാരണക്കാരൻ. വ മൂജിദും വ മുഅദിമുൻ, എന്ത് വസ്തു ഉണ്ടാവുന്നുണ്ടെങ്കിലും നശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒക്കെ അവനെ കൊണ്ടാണ്. വലാ മിൻ ജിൻസിൻ ഹദ്ദുൻ ലി, എത്രത്തോളം തന്നെ വലാ മിൻ ജിൻസിൻ ഹദ്ദുൻ ലി ഫി ഇബാദത്തി ബൽ ഹിയ ലില്ലാ, എൻ്റെ ഈ ഇബാദത്തിൽ വരെ അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ, എനിക്ക് കഴിവില്ല. നമ്മൾ അവസാന അത്തഹിയാത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്താ? എൻ്റെ ഇബാദത്ത് വരെ എന്നെ കൊണ്ടല്ല, അള്ളാഹിനെ കൊണ്ടാണ്. എൻ്റെ ഇബാദത്തിന് വരെ എനിക്ക് കഴിവില്ല, അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. മുൻസദിറത്തുൻ മിന്നി ബി, ഈ ഇബാദത്ത് വരെ സംഭവിച്ചത് എന്നിലൂടെ അവൻ ചെയ്തതാണ്, അവനിലൂടെ ഞാൻ ചെയ്തതാണ്. ഈ നമ്മളുടെ പ്രവർത്തനം എൻ്റെ സ്വന്തം ഉണ്ടായതല്ല, എന്നിലൂടെ അവൻ പ്രവർത്തിച്ചതാണ്, അല്ലെങ്കിൽ അവനിലൂടെ ഞാൻ ചെയ്ത, രണ്ടാണെങ്കിലും അവനാണതിലൂടെ വെളിവായത്, ഞാനല്ല. ഇപ്പം ഈ അമൽ എൻ്റെതല്ല, ഈ നിസ്കാരം എൻ്റെതല്ല, അള്ളാഹാനാണ്. ഇന്ന സ്വലാത്തി വനസ്സൊക്കെ യുവ മഹയ്യായ മാതി തുടങ്ങിയിട്ട് നമ്മൾ അജ്ജഹത്ത് തുടങ്ങുന്നില്ലേ? യഥാർത്ഥത്തിൽ അതിൻ്റെ അവസാനിക്കുന്നത് തന്നെയാണ് നിസ്കാരം എൻ്റെതല്ല, നിസ്കാരത്തിലൂടെ അവനാണ് പ്രവർത്തിച്ചത്, നിസ്കാരത്തിലൂടെ അവനാണ് വെളിവായത്, നിസ്കരിച്ചത് എൻ്റെ കൈകൊണ്ടല്ല, ഇത് അതുകൊണ്ട് നിസ്കാരം അവൻ്റെതാണ്, എൻ്റെതല്ല. വഹു അൽ ഫായിൽ, അവനാണ് ഇതിലൂടെ പ്രവർത്തിച്ചത്. മുത്തബദ്ദിയും മിൻ ഹൗലി അലാ ഫിഅലി, ഈ പ്രവർത്തനത്തിൽ എനിക്കൊരു കഴിവുമില്ല, നിസ്കാരത്തിൽ അവന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ ചെയ്യാം, നിസ്കാരമൊക്കെ നമ്മളുടേതാണ്, തെറ്റൊക്കെ അള്ളാൻ്റെ എന്ന് പറയും. അത് മുനാഫിക്കീങ്ങളുടെയും ജൂതന്മാരുടെയും പ്രവർത്തന. യഥാർത്ഥത്തിൽ മൊമീൻ പറയപ്പെടുക എന്താ? എല്ലാ നന്മയും അള്ളാൻ്റെ ആണ്, തിന്മ അവൻ്റെതാണ്. അപ്പോൾ അള്ളാഹ് പറയും എല്ലാം അള്ളാൻ്റെ ആണ്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച ചർച്ച നമ്മൾ നടത്തിയിരുന്നു. പിന്നെ സൂറത്ത് നിസാൻ്റെ തഫ്സീറിൻ്റെ ഭാഗത്ത്. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയും. അജിസിമു മുഅ്തരിഫൻ, അവിടെ നമ്മൾ സമ്മതിച്ചുകൊണ്ട് പറയാണ്. ബി അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അബ്ദൻ ഹഖൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥമായ അബ്ദാണ്. ഫലം തുദ്റഖ റായിഹത ഉബൂദിയ, ഒരാൾക്കും ഉബൂദിയത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ പറ്റൂല. വലിൽ ആബിദുലില്ലാഹി അലാ ഹഖീഖ, വിശ്വാസങ്ങൾ മാത്രമാണ് അള്ളാൻ്റെ അടിമ. മറ്റൊരാൾക്കും വിശ്വാസങ്ങൾ മാത്രമേ അള്ളാൻ്റെ അടിമയായിട്ടുള്ളൂ.
മറ്റൊരാൾക്കും ആ ഉബൂദിയത്തിന് അതിൻ്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസം. നമ്മൾ പറഞ്ഞു വെക്കുന്ന ആദ്യം നമ്മൾ ഈ പ്രവർത്തിച്ച നിസ്കാരം നമ്മളുടേതല്ല, അള്ളാൻ്റെയാണ്. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന റസൂലുള്ളാഹിങ്ങൾ മാത്രം അടിമ. ഞാനൊന്നും അടിമയല്ല. കാരണം നമ്മളിപ്പോൾ അടിമയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അടിമ പോലും ഞാനല്ല. ഹക്ക് അള്ളയാണ് എല്ലാത്തിലൂടെയും പ്രവർത്തിച്ച്. അടിമയാണെന്ന് വെച്ചാൽ അടിമയും ഞാനല്ല. കാരണം അടിമത്തത്തിൻ്റെ ഉടമസ്ഥാവകാശം അത് റസൂലുള്ളാഹിങ്ങൾക്ക് മാത്രമാണ്. എനിക്കതിലൊരു പങ്കുമില്ല. എനിക്ക് മാത്രമല്ല, ലോകത്തൊരാൾക്കും ഒരു പങ്കുമില്ല. ഒരാൾക്കും ആ അടിമത്തത്തിൻ്റെ വാസന പോലും ആസ്വദിക്കാൻ പറ്റുമോ റസൂലുള്ളാഹികൾക്കല്ലാതെ. കുല്ലുമൻ അബ്ദല്ലാ, ആരെങ്കിലും അടിമത്തം കാണിക്കുന്നുണ്ടെങ്കിൽ ആ അടിമത്തം കാണിക്കുന്ന ആളൊക്കെ ബിൽബിയാസി ബറക്കത്തി നൂരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അടിമത്തമാകുന്ന വിശ്വാസങ്ങളാകുന്ന അടിമയുടെ പ്രകാശത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് മാത്രം, ആ ബറക്കത്ത് അണിഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ അടിമയാവുന്നത്. ആരെങ്കിലും ഇവിടെ ഒരാൾ അടിമത്തം കാണിക്കുന്നുണ്ട്, ആ അടിമത്തം അവൻ്റെ സ്വയമല്ല, അവനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്തം കാണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ അടിമത്തമാകുന്ന പ്രകാശത്തിൻ്റെ ബറക്കത്ത് അവൻ അണിഞ്ഞതുകൊണ്ടാണ് അവൻ ആ അടിമത്തം കാണിക്കാൻ പറ്റുന്നത്. വഖദ് തജറദ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അൻവാഇൽ ആറാദ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉബൂദിയത്തിൽ അടിമത്തം പ്രകടിപ്പിച്ചതിൽ എല്ലാ താല്പര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ താല്പര്യങ്ങളുണ്ടാവും, ഇത് വേണം അത് വേണം, എല്ലാ താല്പര്യങ്ങളും വിശ്വാസങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. വലിഹ്താറ ഫഖാന അബ്ദൻ ഹുറൻ ഹക്കാൻ, വിശ്വാസങ്ങളെ തങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും സ്വന്തമായ തിരഞ്ഞെടുപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഫഖാന അബ്ദൻ ഹുറൻ ഹക്കാൻ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് യഥാർത്ഥത്തിലുള്ള അടിമ, സ്വതന്ത്രനായ അടിമ. ശരിക്ക് അള്ളാഹുവിൻ്റെ അടിമയാവുമ്പോഴാണ് സ്വതന്ത്രനാവുന്നത്. നമ്മൾ സ്വതന്ത്രനാവുമ്പോൾ ശരിക്കും നമ്മൾ അടിമയാവുക ചെയ്യണത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വതന്ത്രനായ അടിമ അത് റസൂലുള്ളാഹി മാത്രമാണ്, ബാക്കി ആരുമല്ല. ബാക്കിയുള്ളവർക്കൊക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശത്തിൻ്റെ ഒരു ബർക്കത്ത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ അടിമത്തത്തിൻ്റെ പരിമളത്തിലേക്ക് പോലും നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് സമ്മാഹുല്ലാഹു അബ്ദൻ, അതുകൊണ്ട് റസൂലുള്ളാഹി അള്ളാഹു എൻ്റെ അടിമ എന്ന് വിശേഷിപ്പിച്ചത്. തശ്രീഫൻ ലഹു, റസൂലുള്ളാഹികളെ ബഹുമാനിച്ചുകൊണ്ട്, ബിലാഫത്ത് ഇലൈഹി ജല്ല വഅല, അവനിലേക്ക് ചേർത്തി അള്ളാഹു പറഞ്ഞത് ഈ കാരണം കൊണ്ടാണ്.